നമ്മുടെ ഗാൽ ഗഡോട്ടും ആലിയ ഭട്ടും ജാമി ഡോർണാനും ഒക്കെ അഭിനയിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണിത്. ഇതൊരു വലിയ ഫ്രാഞ്ചൈസിന്റെ തുടക്കമാണ്. ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. വെൽ, എന്താണ് ഇനിയിപ്പോൾ അവരുടെ പ്ലാൻ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നറിയാലോ. അതേ പാറ്റേണിൽ തന്നെ പോകുന്ന, അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള, നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേയധികം കാര്യങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി സിനിമ. നമ്മുടെ കഥ ആരംഭിക്കുന്നത് അങ്ങ് ഇറ്റലിയിൽ നിന്നാണ്. അവിടെ മഞ്ഞുമലകൾക്ക് മുകളിലുള്ള അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉള്ള ഒരു ഹോട്ടൽ. ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആയിട്ടുള്ള MI6 അവരുടെ അടുത്ത മിഷന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ഒരു MI6 ടീമിൽ 4 പേരാണുള്ളത്. ഈ പുള്ളിക്കാരന്റെ പേര് ബെയ്ലി. ഇങ്ങനെയാണ് രണ്ടാമത്തെ ആള്, പേര് പാർക്കർ. ബെയ്ലി ഹോട്ടലിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാനിലിരിക്കുന്നു. പാർക്കർ ഹോട്ടലിനുള്ളിലാണ്. ബെയ്ലിയുടെ കൂടെ ആ വാനിലുണ്ട് നമ്മുടെ ഹീറോയിൻ റേച്ചൽ സ്റ്റോൺ. ഇവളൊരു ഫീൽഡ് ഏജന്റ് അല്ല, പുള്ളിക്കാരി ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പുറത്തിറങ്ങി വില്ലൻസിനോട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഏജന്റേ അല്ല. ഈ പുള്ളിക്കാരിയാണ് ഇവരുടെ ടീമിലെ 4ാമത്തെ ആള്. ഇവളുടെ പേര് യാങ്. ഈ യാങ് നമ്മുടെ ഹീറോയെ പോലെ, നമ്മുടെ പാർക്കറിനെ പോലെ ഫീൽഡിൽ ഇറങ്ങി നിന്ന് വില്ലൻസിനിട്ട് 2 ചവിട്ട് കൊടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ അവരെ പഞ്ഞി കിടാനൊക്കെ അറിയാവുന്ന ഒരു ഫീൽഡ് ഏജന്റ് ആണ്. ഇവർക്ക് കിട്ടിയ ഇന്റൽ അനുസരിച്ച് ഇൻഫോർമേഷൻ അനുസരിച്ച് മുൾവേനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ഹോട്ടലിൽ വരുന്നുണ്ട്. പുള്ളിക്കാരനെ പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. ഇവരുടെ ടാർഗറ്റിന്റെ പേര് കേട്ടില്ലേ, മുൾവേനി. അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവനൊരു വെപ്പൺസ് ഡീലറാണ്. പിന്നെ അല്ലറ ചില്ലറ ഡ്രഗ്സിന്റെ പരിപാടി കാണും, അതേപോലെ ടെററിസം കാണും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണും. ഈ മുൾവേനി പോലെയുള്ള ആളുകൾ എന്തായാലും പണത്തിന് വേണ്ടിയാണ് ഇമാതിരി ബിസിനസ് ചെയ്യുന്നത്. സോ അവർക്ക് ഇഷ്ടമുള്ള ബിസിനസ് അവർ ചെയ്യും. അല്ലാതെ നെർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് എന്നൊന്നും പറഞ്ഞിട്ട് ചില ബിസിനസ്സുകൾ മാത്രം അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പ് അല്ല. പുള്ളിക്കാരൻ ഒരു ആകെ മൊത്തം ക്രിമിനലാണ്. ഈ ക്രിമിനലിനെ നമ്മുടെ MI6 തൂക്കിയേ പറ്റൂ. മുൾവേനിക്ക് ചുറ്റും എപ്പോഴും അങ്ങേറെ ആളുകൾ കാണും, സെക്യൂരിറ്റീസ് കാണും. അങ്ങേരെ ആ ഹോട്ടലിലേക്ക് വരുമ്പോൾ അങ്ങേർക്ക് വേണ്ടി ഒരു പ്രത്യേക സെക്ഷനൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പാസ് അവിടെ അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെല്ലാൻ പറ്റൂ. മൊത്തത്തിൽ അവരുടെ കൺട്രോളിലാണ്, ക്രിമിനൽസിന്റെ കൺട്രോളിലാണ്. എങ്ങനെയെങ്കിലും ആ സെക്ഷനിലേക്ക് നമ്മുടെ ഫീൽഡ് ഏജൻസ് ആയിട്ടുള്ള പാർക്കറിനും യാങ്ങിനും കയറിക്കൂടാൻ പറ്റണം. ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടുള്ള ആക്സസ് ഒപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഹീറോയിൻ സ്റ്റോൺ ആണ്. നമ്മളുടെ സ്റ്റോൺ അവളുടെ സിസ്റ്റത്തിലൂടെ ഹോട്ടലിലെ സിസ്റ്റത്തിന്റെ ആക്സസ് എടുക്കാൻ ശ്രമിക്കുന്നു. ഹോട്ടലിലെ സിസ്റ്റം ആക്സസ് ചെയ്ത് അതിനകത്ത് നമ്മുടെ പാർക്കറിന്റെയും യാങ്ങിന്റെയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് അവർക്ക് അങ്ങോട്ട് പെർമിഷനുള്ള ആളുകളാണെന്ന് വരുത്തി തീർത്തെങ്കിൽ മാത്രമേ ഇവർക്കുള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇവള് കാര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ പെട്ടെന്ന് ഇവളുടെ സിസ്റ്റം ബ്ലോക്ക് ആവുന്നു. ഇപ്പൊ മുൾവേനി ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാവണം ഹോട്ടലിലെ ആ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി സെറ്റപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. ഇവൾക്ക് പുറത്ത് വാനിലിരുന്നത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ പ്ലാനും പൊളിയുമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ്, ആക്ച്വലി എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ ഹോട്ടലിനകത്ത് വരണം. ആ ഒരു ഹോട്ടലിലെ സിസ്റ്റത്തിന് ക്ലോസ് ആയിട്ട് എന്റെ സിസ്റ്റം കൊണ്ടുവന്ന് അങ്ങനെ ഹാക്ക് ചെയ്തെങ്കിൽ എനിക്ക് നിങ്ങളുടെ രണ്ടാളുടെയും ഐഡിയ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. അതങ്ങനെ ശരിയാവും? ഇവളൊരു ഫീൽഡ് ഏജന്റ് അല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അടി ഇടി വെടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം പുറത്തു വന്ന് അവിടെയുള്ള മുൾവേനിയുടെ ആളുകളുടെ മുന്നിലൊന്നും പെടാതെ ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ കൂളായിട്ട് അവിടെ ചെന്നിരുന്ന് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ഇവളോട് പറയുന്നു. സ്റ്റോൺ അങ്ങനെ വാനിയിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവളുടെ ഉദ്ദേശം ഇവിടെ ബാറിൽ നിൽക്കുന്ന ഹെഡ് ഓഫ് സെക്യൂരിറ്റി, ഈ ഹോട്ടലിന്റെ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയാണ്. അധികം റിസ്ക് എടുക്കാൻ പോകാതെ ഇവൾക്ക് ആ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയുടെ ഫോൺ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ മതി. ആ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഹോട്ടലിലുള്ള എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഇവൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റോൺ, ഹെഡ് ഓഫ് സെക്യൂരിറ്റി ബ്ലാക്ക് ജാക്ക് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നിനക്ക് ബ്ലാക്ക് ജാക്ക് കളിക്കാൻ അറിയാമല്ലോ അല്ലേ? ദാ ഈ കോയിൻ വെച്ചോ. അയ്യോ, എനിക്ക് ബ്ലാക്ക് ജാക്ക് കളിക്കാനെന്ന് പറഞ്ഞൂടാ, പക്ഷെ എനിക്ക് ചെസ് കളിക്കാൻ അറിയാം. ശിവനെ, തീർന്ന്. ഇവൾ അവിടെ പോയി ഇനി ചെസ് കളിക്കുമോ എന്ന മട്ടിൽ നമ്മുടെ യാങ് വാട്ടവർ നമ്മുടെ സ്റ്റോൺ ഹെഡ് ഓഫ് സെക്യൂരിറ്റി നിൽക്കുന്ന ആ ഒരു സെക്ഷൻ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ടേബിളിൽ ചെന്ന് ബ്ലാക്ക് ജാക്ക് ബെറ്റൊക്കെ പ്ലേസ് ചെയ്ത് അങ്ങേരുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ തയ്യാറായി അങ്ങനെ നിൽക്കുന്നു. ഇന്നേരം അങ്ങേരെ കൊണ്ട് അങ്ങേരുടെ ഫോൺ ഒന്ന് ഓൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വാനിലുള്ള നമ്മുടെ ബെയിലി പുള്ളിക്കാരനെ ഒന്ന് കോൾ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫ് സെക്യൂരിറ്റി ഫോൺ എടുത്ത് ആരുടെ ഇപ്പോൾ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഫോൺ ഹാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ജാക്ക് കളിക്കാൻ ടേബിളിന്റെ അവിടെ വന്നിരിക്കുന്ന ഇവള് കുനിഞ്ഞ് താഴേക്ക് നോക്കി അവളുടെ ഫോണിൽ എന്തോ കാര്യമായിട്ട് പണിയുന്നത് ഹെഡ് ഓഫ് സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സംശയത്തോടെ ഇവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. പാർക്കറും യാങ്ങും ഒക്കെ ഇത് കണ്ടിട്ട് തീർന്ന് അങ്ങേരെ അവളെ പിടിച്ചു എന്ന മട്ടിൽ നിൽക്കുമ്പോൾ ഹെഡ് ഓഫ് സെക്യൂരിറ്റി നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വരുമ്പോൾ ഹീറോയിൻ അവളുടെ ഫോണിൽ ഈ ബ്ലാക്ക് ജാക്കിന്റെ ഒരു ഗെയിം കാണിച്ചു കൊടുക്കുന്നു. അത് പിന്നെ ആക്ച്വലി എനിക്ക് ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാ, ഞാനപ്പോൾ എന്റെ ഫോണിന്റെ കൂടെ ഹെൽപ്പോട് കൂടി കളിക്കാമെന്ന് കരുതി. ഇനി പ്രോബ്ലം? നോ പ്രോബ്ലം, കണ്ടിന്യൂ. ഇവൾക്ക് ഈ ഗെയിം കളിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് ഓഫ് സെക്യൂരിറ്റി തന്നെ ഇവൾക്ക് വേണ്ടി ഒരു മൂവ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ഗെയിം ജയിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഹോട്ടലിലെ സിസ്റ്റം ആക്സസ് ചെയ്ത് അതിൽ നമ്മുടെ MI6 2 ഏജൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അവർക്കും ആക്സസ് വാങ്ങിക്കൊടുത്ത്, മാത്രമല്ല ഈ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയുടെ സഹായത്തോടെ ജീവിതത്തിൽ ഇന്നേ വരെ കളിച്ചിട്ടില്ലാത്ത ബ്ലാക്ക് ജാക്ക് ഗെയിം കളിച്ച് ജയിച്ചിട്ടാണ് നമ്മുടെ ഹീറോയിൻ പോകുന്നത്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ആക്സസ് കിട്ടിയതിനെ തുടർന്ന് നമ്മുടെ പാർക്കറും യാങ്ങും മുൾവേനിയുള്ള അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ ഫീൽഡ് ഏജൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ഹീറോയിൻ വെറുതെ ആ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഞരമ്പൻ അവളുടെ അടുത്ത് വന്ന്, ഹലോ ബ്യൂട്ടിഫുൾ, ഞാൻ ഈ സീറ്റ് എടുക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ? സ്റ്റോൺ അവളുടെ കാലം കൊണ്ട് ആ കസേര അങ്ങോട്ട് നീക്കി കൊടുത്തിട്ട്, എടുത്തോ, ഇവിടുന്ന് എടുത്തോണ്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നു. ഓഹോ, തൽപര കക്ഷിയല്ല. ഇപ്പൊ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പിന്നെ എപ്പോഴേലും ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഈ ഏരിയയിലൊക്കെ തന്നെ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഹോട്ടലിൽ കണ്ട വേറൊരു പെണ്ണിന്റെ പുറകെ പോകുന്നു. നമ്മുടെ പാർക്കറും യാങ്ങും ആക്സസ് കിട്ടിയതോടെ മുൾവേനിയൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാവട്ടെ അവിടെ ഒരു ബെറ്റിംഗ് നടക്കുവാണ്. ഒരു വലിയ സ്ക്രീനിൽ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ വീഡിയോ ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. ഈ
മിലിറ്ററി ഓപ്പറേഷനിൽ ഏതൊക്കെ സോൾജിയർ ജയിക്കും, ഏതൊക്കെ സോൾജിയർ വെടികൊണ്ട് വീഴുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ ബെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ കറന്റ് ലൈവായിട്ട് റിയൽ ടൈമിൽ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻസിന്റെ വീഡിയോ ആണത്. അതായത് ഈ മുൾവേനിയുടെ ആളുകൾ എങ്ങനെയോ മിലിറ്ററി ഗ്രേഡ് എൻക്രിപ്ഷൻ ഉള്ള സിസ്റ്റത്തിൽ കടന്നു കയറി ഇപ്പം നിലവിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിയൽ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷന്റെ വീഡിയോ ഇവിടെയുള്ള ആളുകളെയൊക്കെ കാണിച്ച് ആ ഒരു മിഷന്റെ ഭാഗമായിട്ടുള്ള സോൾജിയേഴ്സിന്റെ പേരിൽ ബെറ്റ് വെച്ച് അങ്ങനെ കാശുണ്ടാക്കുന്നു. അവിടെ ആ ഒരു മിഷനിലുള്ള ഓരോ സോൾജിയറും എതിരാളികളെ കൊല്ലുന്നതിനനുസരിച്ചും സോൾജിയേഴ്സ് മരിച്ചു വീഴുന്നതിനനുസരിച്ചും ഇവർ മാറി മാറി ബെറ്റ് വെച്ച് അങ്ങനെ കാശുണ്ടാക്കുവാണ്. അതായത് അവരുടെ ജീവന് മേൽ അല്ലെങ്കിൽ രക്തത്തിന് മേൽ ബെറ്റ് വെക്കുന്നു എന്നൊക്കെ പറയാം. ഓക്കെ ഗൈസ്, അധികം സമയം കളയാനില്ല, നമുക്ക് മുൾവേനിയെ പിടിക്കണം. ഫീൽഡ് ഏജന്റ് യാങ് മുൾവേനിയെ പിടിക്കാനായിട്ട് അങ്ങേരുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് കാണുന്ന അങ്ങേരുടെ സെക്യൂരിറ്റി ഇവളെ അടിക്കുന്നു. സെക്യൂരിറ്റീസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കി അല്ലെങ്കിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് സാവധാനം ചെയ്യേണ്ട ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ ഇവളിങ്ങനെ പിടിക്കപ്പെട്ടതോടെ വലിയ അടി തുടങ്ങുന്നു. നമ്മുടെ പാർക്കറും അടിക്കിടയിൽ കയറുന്നു. തുടർന്ന് ഒട്ടും സമയം കളയാതെ മുൾവേനിയുടെ ആളുകൾ അങ്ങനെ അവിടുന്ന് സേഫ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇന്നേരം ഈ യാങ് ഉണ്ടല്ലോ, പുള്ളിക്കാരി അവിടെയുള്ള ഒരു സെക്യൂരിറ്റിക്ക് നേരെ അയാളെ ചവിട്ടാനായിട്ട് കാലൊക്കെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പുള്ളിക്കാരൻ ഇവളെ മൊത്തത്തിൽ പിടിച്ചൊരൊറ്റ ഏറ്. ഫീൽഡ് ഏജന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവളുടെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ കാണുമ്പോൾ ചെറിയ ഗുണ്ടകളോട് പോലും പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ലെവൽ കപ്പാസിറ്റി പോലും ഇല്ലെന്ന് തോന്നുന്നു. ഓ ഓക്കേ, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളൊരു ഫീൽഡ് ഏജന്റ് തന്നെ. ആദ്യം നൈസായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും പുള്ളിക്കാരി പിന്നെ അങ്ങ് കത്തി കയറി. നമ്മുടെ പാർക്കർ ഉണ്ട് അവളുടെ കൂടെ. മുൾവേനി എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഹീറോയിൻ പാർക്കറിന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് പാർക്കർ അങ്ങോട്ട് കയറി ചെന്ന് മുൾവേനിയുടെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്ന് അങ്ങേരെ പിടിച്ചു. അങ്ങനെ മിഷൻ സക്സസ്. ഉടനെ നമ്മുടെ ബെയിലി ആശാൻ അവരുടെ വണ്ടിയൊക്കെ എടുത്ത് പറപ്പിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുമ്പോൾ ഈ ടീമിലെ 4 പേരുടെയും കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ കോംസിൽ പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദം. ഹലോ, MI6 അല്ലേ? ഇങ്ങനത്തെ മിഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചേ? നിങ്ങളിപ്പോൾ എൻ്റെ പാർട്ടി കുളമാക്കി. നിങ്ങളിവിടെ വരുമെന്ന് നേരത്തെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നതാണ്. പക്ഷേ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതാണ് ഇവിടെ പറ്റിപ്പോയത് എന്നിങ്ങനെയൊക്കെ ആരോ ഒരാൾ ഇവരുടെ കോംസിലേക്ക് സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന MI6 ടീമിലുള്ള ആളുകളൊക്കെ അവരുടെ കോംസ് ബോയ് ഊരിമാറ്റി കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് ഒട്ടും സമയം കളയാതെ മുൾവേനിയും കൊണ്ട് അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. ഇത്രയും നേരം ആ ഹോട്ടലിനകത്തിരിക്കുമായിരുന്ന നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ഇവരുടെ കോംസിലേക്ക് സംസാരിച്ച ആ പുള്ളിക്കാരി ഇവൾക്ക് നേരെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ നീട്ടി കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് യാങ് നമ്മുടെ ഹീറോയിന്റെ പുറകിലൂടെ വന്ന് സ്റ്റോൺ, നമുക്ക് സമയമില്ല, പെട്ടെന്ന് വാ എന്ന് പറയുന്നു. ഹീറോയിൻ ജസ്റ്റ് യാങ്ങിനെ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ അവിടെ കാണാനില്ല. ഇവരുടെ കോംസിലേക്ക് ഇപ്പൊ സംസാരിച്ച പുള്ളിക്കാരിയെ നമ്മുടെ ഹീറോയിൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾ ആര്, എന്ത്, എങ്ങോട്ട് പോയി, എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്നാലും നമ്മുടെ ഹീറോയിൻ അവളെ ജസ്റ്റ് കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പാർക്കർ മുൾവേനിയും കൊണ്ട് ആ ഹോട്ടലിന്റെ അവിടെയുള്ള ഒരു കേബിൾ കാറിൽ കയറ്റി അങ്ങനെ ഇവർ രണ്ടാളും കേബിൾ കാറിൽ താഴേക്ക് പോവാണ്. എന്നാൽ ഇപ്പോഴും പ്രശ്നം അവസാനിച്ചിട്ടില്ല. മുൾവേനി ഇങ്ങനെ കേബിൾ കാറിൽ നമ്മുടെ ഹീറോ താഴേക്ക് കൊണ്ടുവന്നത് കണ്ടിട്ട് മുൾവേനിയുടെ കുറെ ആളുകൾ ഈ കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഈ കേബിൾ കാർ താഴെ എത്തുന്നതിന് മുമ്പ് ഇവര് താഴെ ചെന്ന് മുൾവേനിയുടെ അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും വകവരുത്തിയേ പറ്റൂ. യാങ്ങും ബെയിലിയും ഒക്കെ ആ ഒരു ഉദ്ദേശത്തിൽ അവരുടെ വണ്ടിയെടുത്ത് അങ്ങനെ താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ പുറകെ ഓടി വരുന്ന നമ്മുടെ ഹീറോയിൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവളുടെ കാല് തെറ്റി അവൾ വീണ് പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഒട്ടും സമയമില്ല. കേബിൾ കാർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താഴെ മുഴുവൻ മുൾവേനിയുടെ ആളുകളാണ്. ഇത്രയും സമയമില്ലാത്ത സാഹചര്യത്തിൽ കാല് തെറ്റി താഴെ വീണ നമ്മുടെ ഹീറോയിനെ പിടിച്ചു കയറ്റാൻ വേണ്ടി നിൽക്കാതെ സ്റ്റോൺ, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യ്, ഞങ്ങൾ പോയി താഴെയുള്ളവന്മാരെയൊക്കെ തീർത്തിട്ട് പിന്നെ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാങ്ങും ബെയിലിയും കൂടെ താഴേക്ക് പോകുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ആക്ച്വലി ഈ കാല് തന്നെ താഴെ വീണത് നമ്മുടെ ഹീറോയിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. നമ്മുടെ ഹീറോയിൻ അവളുടെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക ടൈപ്പ് ഡിവൈസ് എടുത്ത് അവളുടെ ശരീരത്ത് കണക്ട് ചെയ്യുന്നു. ജാക്ക്, ഇത് 9 of Hearts ആണ്. എനിക്ക് ഈ ഏരിയ ഫുൾ സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് വേണം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയിനാണോ ശരിക്കും വില്ലത്തി എന്ന് തോന്നിപ്പോവും. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഹീറോയിൻ സ്റ്റോൺ MI6ന്റെ ഭാഗമാണ്. പക്ഷേ MI6ന്റെ മാത്രം ഭാഗമല്ല. MI6നേക്കാളും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഫോഴ്സ് ഉണ്ട്. അവരെ ഹേർട്സ് എന്നറിയപ്പെടും. ആ ഹേർട്സിലെ 9 of Hearts ആണ് നമ്മുടെ ഹീറോയിൻ. നമ്മൾ ഈ ചീട്ട് കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന 9 of Hearts ഇല്ലേ, അതാണ് നമ്മുടെ ഹീറോയിന്റെ ഐഡന്റിറ്റി. ഇവള് ഭാഗമായിട്ടുള്ള ഹേർട്ട് എന്ന ഓർഗനൈസേഷൻ വമ്പൻ സെറ്റപ്പ് കേട്ടോ. ഇവരുടെ കൈവശമുള്ള ടെക്നോളജി ചുമ്മാ വേറെ ലെവലാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ഏരിയ ഫുള്ള് സ്കാൻ ചെയ്ത് ഏത് വഴി കൂടെ പോയി കഴിഞ്ഞാൽ എത്രയും വേഗം താഴെ എത്താൻ പറ്റും. ഇവരുടെ MI6 ടീം അംഗങ്ങൾ താഴെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തി അവിടെയുള്ള ആളുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ഹേർട്ട് ടീമിന്റെ ഭാഗമായിട്ടുള്ള ജാക്ക് എന്നൊരു പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റോൺ, നീ ഇപ്പൊ ഇടപെട്ടില്ലെങ്കിൽ പാർക്കർ മരിക്കാനും മുൾവേനി രക്ഷപ്പെടാനുള്ള സാധ്യത 93% ആണ്. ഓക്കെ, ഞാൻ ഇടപെടാൻ പോവാണല്ലോ. ആദ്യം എനിക്കൊരു പാരഷൂട്ട് വേണം. എത്രയും വേഗം ഇവിടുന്ന് താഴെ എത്തണം. ഉടനെ തന്നെ നമ്മുടെ ജാക്ക് ആ ഏരിയ ഫുള്ള് സ്കാൻ ചെയ്ത് അവിടെ ഏറ്റവും അടുത്തായിട്ടുള്ള പാരഷൂട്ട് എവിടെയാണെന്ന് നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റോണും ഓടിച്ചെന്ന് എടുത്ത് ചാടി മഞ്ഞിലൂടെ തെന്നി ഇറങ്ങി ആ പോണ പോക്കിൽ തന്നെ പാരഷൂട്ടും എടുത്ത് ധരിച്ച് അങ്ങനെ പാരഷൂട്ട് യൂസ് ചെയ്ത് കിളന്ന് ചാടി മലമുകളിൽ നിന്നും നമ്മുടെ പാർക്കറും മുൾവേനിയും വന്നുകൊണ്ടിരിക്കുന്ന കേബിൾ കാർ താഴെ എത്തുന്നതിന് മുമ്പ് അതേപോലെ ഇവരുടെ MI6 ടീമിന്റെ ഭാഗമായിരുന്ന യാങ്ങും ബെയിലിയും ഒക്കെ താഴെ എത്തുന്നതിന് മുമ്പും ഇവള് താഴെ എത്താൻ ശ്രമിക്കുന്നു. എന്തായാലും കിട്ടിയത് നല്ല അടിപൊളി പാരഷൂട്ടാണ്. ലൈറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വെട്ടമൊക്കെ കണ്ട് അങ്ങനെ പോവാ. പക്ഷേ പോണ പോക്കിൽ ഒരു പ്രശ്നം പറ്റി. പാരഷൂട്ടിന്റെ കേബിൾസ് കേബിൾ കാറിന്റെ ആ ഒരു കേബിളിൽ കുടുങ്ങി ഇവൾ അവിടെ പെട്ടുപോയി. സ്റ്റോൺ, പണി കിട്ടിയല്ലോ. ഇപ്പൊ നീ ഉദ്ദേശിക്കുന്ന
ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാനാണെങ്കിൽ വെറും 25% ചാൻസേ ഉള്ളതാണ് ഹേർട്ട് കാണിച്ചു തരുന്നത്. ജാക്ക് ഇപ്പോൾ പറഞ്ഞ ഹേർട്ട് എന്താണെന്ന് മനസ്സിലായോ? ഹേർട്ട് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഓർഗനൈസേഷനാണ്, ഇവരുടെ ആ ഒരു സീക്രട്ട് സർവീസ് ആണ്. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ഏരിയ മുഴുവനായിട്ട് സ്കാൻ ചെയ്യാനും കൃത്യമായിട്ട് ഡേറ്റാസ് ഒക്കെ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കാനും ജാക്കിന് സാധിച്ചത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഹേർട്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ഹേർട്ടിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹേർട്ട് സിസ്റ്റത്തിന്റെ പ്രൊഡിക്ഷൻ ചുമ്മാ വേറെ ലെവലാണ്, അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ ആ ഒരു ഹേർട്ട് സിസ്റ്റം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവർ ജയിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള സാധ്യത വെറും 25% ആണെന്ന്. ഉടനെ നമ്മുടെ ഹീറോയിൻ സ്റ്റോൺ ആവട്ടെ അവളുടെ ആ ഒരു പാരഷൂട്ടിന്റെ വള്ളി കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് കേബിൾ കാർ സഞ്ചരിക്കുന്ന കേബിൾ ഉണ്ടല്ലോ, ആ കേബിളിലൂടെ ബാക്കിയുള്ള പാരഷൂട്ടിന്റെ വള്ളി ഇട്ട് തെന്നി ഇറങ്ങി താഴേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് ആക്ട് ചെയ്തപ്പോൾ ഹേർട്ട് സിസ്റ്റം കാണിക്കുന്ന ഇവർ ജയിക്കാനുള്ള സാധ്യത ആ ഒരു പെർസെന്റേജ് കൂടി വരുന്നു. ഇതേ സമയം ദാണ്ടെ കേബിൾ കാറിലൂടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയും മുൾവേനിയും അതിനകത്ത് വെച്ച് അടിയായി. നമ്മുടെ പാർക്കറിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് മുൾവേനി തട്ടിക്കളഞ്ഞിട്ട് പാർക്കറിനെ തല്ലാൻ ശ്രമിക്കുന്നു. പാർക്കറും തിരിച്ചു തല്ലാൻ ശ്രമിക്കുന്നു. ഇവിടെ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്, നല്ല സ്കിൽസ് ഉള്ള ആളുകളാണ്. അടി അങ്ങോട്ട് പുരോഗമിക്കുന്നേ ഉള്ളൂ. ആര് ജയിക്കും ആര് തോക്കും എന്ന് പറയാറായിട്ടില്ല. അപ്പോഴേക്കും കേബിൾ കാറിന്റെ കേബിൾസിലൂടെ തെന്നി ഇറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിൻ തെറിച്ച് താഴെ വീഴുന്നുണ്ട്. ചെറിയ ഹൈറ്റിൽ നിന്നുള്ള വീഴ്ചയായിരുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. ഇതേ സമയത്ത് തന്നെ ഇവള് വീണ ആ സ്ഥലത്തൂടെ കുറെ ബൈക്കേഴ്സ് പോകുന്നുണ്ടായിരുന്നു. മഞ്ഞിലൂടെ ഓടിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ബൈക്സ് ഒക്കെ ഓടിച്ചുകൊണ്ട് കുറെ ആളുകൾ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വീണത് കാണുന്ന ആ വഴിക്ക് വരുന്ന ഒരു ബൈക്കർ നിർത്തിയിട്ട്, ഹേയ് നിനക്കെന്നെ മനസ്സിലായോ, ഇത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഹെൽമെറ്റ് ഊരി ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ നേരത്തെ ഇവള് ഹോട്ടലിൽ ഇരിക്കുന്ന സമയം ഹലോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ദേ അങ്ങേര്. ഓ അടിപൊളി, നിന്നെ ഈ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് അയച്ചത് എന്റെ ആമസോണിയൻ മുത്തശ്ശി തന്നെ ആയിരിക്കണം എന്നുള്ള മട്ടിൽ ഇവൾ അവനെയും അടിച്ചിട്ടിട്ട് അവന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് താഴേക്ക് പോകുന്നു. അങ്ങനെ ചീറിപ്പാഞ്ഞ് താഴെയുള്ള കേബിൾ കാർ സ്റ്റേഷന്റെ അങ്ങോട്ട് ചെല്ലുന്ന നമ്മുടെ ഹീറോയിൻ അവിടെ തമ്പടിച്ചിരുന്ന മുൾവേനിയുടെ ആളുകളെ ഓരോരുത്തരായി വകവരുത്തുന്നു. ഇതിനെല്ലാം ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ജാക്കാണ്. ഹേർട്ട് എന്ന ആ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ജാക്ക് ഇവളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഹേർട്ട് നിസ്സാരപ്പെട്ടൊരു സംഭവമല്ല, അതിന് ഏത് സിസ്റ്റത്തെയും ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഈ കേബിൾ കാർ സ്റ്റേഷനിലുള്ള ലൈറ്റ്സ് ഹേർട്ട് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നമ്മുടെ ജാക്ക് മറ്റെവിടെയോ ഇരുന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള അത്രത്തോളം വലിയ റേഞ്ച് ഉള്ള ഒരു സിസ്റ്റമാണ് ഹേർട്ട്. ഇവിടുത്തെ ഈ കേബിൾ കാർ സ്റ്റേഷനുമായിട്ട് ഫിസിക്കലി ഒന്ന് കണക്ട് പോലും ആയിട്ടില്ല. അല്ലാതെ തന്നെ വെറും റേഞ്ച് അല്ലെങ്കിൽ സിഗ്നൽസ് വെച്ച് മാത്രം ഈ സ്റ്റേഷൻ തന്നെ ആ ഒരു ഹേർട്ട് എന്ന് പറയുന്ന സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എന്തൊക്കെയായാലും ഹേർട്ടിന്റെ സഹായത്തോടെ നമ്മുടെ ജാക്കിന്റെയും സഹായത്തോടെ നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടായിരുന്ന മുൾവേനിയുടെ ആളുകളെയൊക്കെ വകവരുത്തി കേബിൾ കാറിലൂടെ അടിയുണ്ടാക്കി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയും മുൾവേനിയും ഇങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ കേബിൾ കാർ താഴെ എത്തിയപ്പോഴേക്കും നമ്മുടെ പാർക്കർ ഒരു വിധത്തിൽ ആ മുൾവേനിയെ അടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ടായിരുന്നു. താഴെയുള്ള കേബിൾ സ്റ്റേഷനിൽ മുൾവേനിയുടെ ആളുണ്ടെന്നൊക്കെ പറഞ്ഞ് കാറിൽ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യാങ്ങും ബെയിലിയും ഒക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പൊടി പോലും കാണാനില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിൻ ഇവിടെയുള്ള ആളുകളെയൊക്കെ തീർത്തിരുന്നു. ശരി, ഇവിടെ എന്തോ സംഭവിച്ചിരിക്കാം, എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്നുള്ള മട്ടില്ല ഇവർ മുൾവേനിയെ ആ ഒരു കേബിൾ കാറിൽ പിടിച്ചിറക്കുമ്പോഴാവട്ടെ ദേ പുള്ളിക്കാരന്റെ വായിന്ന് പതയൊക്കെ വന്ന് അങ്ങേര് അവിടെ വീണ് മരിക്കുന്നു. നമ്മുടെ ഹീറോയുമായിട്ടുണ്ടായ ഫൈറ്റിനിടയിൽ എപ്പോഴോ പുള്ളിക്കാരൻ സൈനൈഡ് വിഴുങ്ങിയിരുന്നു. അതോടെ അയാളുടെ കാര്യം ഖതം. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അങ്ങേരെ പിടിച്ചത് ഒരുമാതിരി വെറുതെ ആയിപ്പോയല്ലോ. ചേടാ ഇതൊരുമാതിരി പരിപാടിയായി പോയല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. നമ്മുടെ സ്റ്റോൺ ആ ഹോട്ടലിലല്ലേ, നമുക്കിനിയിപ്പോൾ ഹോട്ടലിൽ തിരിച്ചു പോയി അവളെ രക്ഷിക്കണം എന്ന് യാങ് പറയുന്നത് നമ്മുടെ സ്റ്റോണും കേൾക്കുന്നുണ്ട്. അയ്യോ ഈ ഇറക്കം ഇറങ്ങി വന്നതേ ഒരു പരുവമായിട്ടാണ്, ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് കയറി പോകണമല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ച് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, ഹേർട്ട് ഓഫ് സ്റ്റോൺ. അടുത്ത സീനിൽ നമ്മുടെ MI6 ടീം ലണ്ടനിൽ അവരുടെ മേലധികാരിയെ മീറ്റ് ചെയ്യുന്നു. അങ്ങേരവട്ടെ കട്ടക്കലിപ്പിൽ ഈ ഒരു മിഷൻ മുഴുവൻ തോൽവിയാണ്. നീയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടിയത്? മുൾവേനിയെ പിടിക്കാൻ പോയി അങ്ങേരെ വിട്ട് ജീവനോടെ പിടിച്ചുമില്ല, ആരോടും പെർമിഷൻ ചോദിക്കാതെ ഫീൽഡ് ഏജന്റ് അല്ലാതെ ഇവളെ വാനിൽ ഇറങ്ങിയിരിക്കുന്നു, വളരെ സീക്രട്ടായിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻ വേറെ ആരോ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളുടെ കോംസിലേക്ക് ആരോ കണക്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ ശരിക്കും നടന്നത്? സാർ ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്, പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കാൻ നോ, ഇതിനെല്ലാം എനിക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. നിങ്ങളുടെ കഴിഞ്ഞ മിഷൻ ഒരു ഫെയിലിയർ ആണ്. ഈ മിഷൻ കൊണ്ട് ആകെ ഒരൊറ്റ ഉപയോഗം മാത്രമാണ് ഉണ്ടായത്, മിലിറ്ററി ലെവൽ എൻക്രിപ്റ്റഡ് ഫയൽസിലേക്ക് അതും റിയൽ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ ക്രിമിനൽസിന് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് കണ്ടുപിടിച്ചു. സോ നിങ്ങളുടെ അടുത്ത മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ, സാർ ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കണ്ടേ? ഏത് പെണ്ണ്? ഓ നിങ്ങളുടെ കോംസിലേക്ക് സംസാരിച്ച ആ പെണ്ണ്, അവളെ പറ്റി അന്വേഷിക്കാൻ ഞാൻ വേറെ ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്രിമിനൽസിന് എങ്ങനെ മിലിറ്ററി ലെവൽ സെക്യൂരിറ്റീസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുക. ദെൻ അതെല്ലാം ശേഷം ഇവരെല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നൊന്ന് കൂടുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സ്റ്റോൺ മാത്രം എന്ത് പഞ്ചഭാവമാണ് ആ കുട്ടി. ബാക്കി 3 പേരും മദ്യപിക്കുമ്പോൾ മദ്യം വേണ്ട, എനിക്ക് ശരിയാവില്ല, എനിക്ക് തല കറങ്ങും. അല്ല സ്റ്റോൺ, ഞങ്ങൾ നിന്നെ ഹോട്ടലിന്റെ അവിടെ വിട്ടിട്ട് പോയപ്പോൾ നീ എന്താ ചെയ്തേ? അത് എനിക്കാകെ പേടിയായിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയി വിളിച്ചിരുന്നു. അയ്യോ പാവം. ഇതിന്റെ പേരിൽ ആരും അവളെ കളിയാക്കരുത്. ആ സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച തീരുമാനം അതായിരുന്നു, ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് ബെയിലി അവളെ ആശ്വസിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ
അതൊക്കെ പോട്ടെ, മിഷൻ ഇടയ്ക്ക് നമ്മുടെ കോംസ് ഹാക്ക് ചെയ്ത് നമ്മളോട് സംസാരിച്ച ആ പെണ്ണ്, അവൾ ആരാണെന്ന് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, ദ ചാർട്ടർ. അവൻ പിന്നെയും തുടങ്ങി അവന്റെ ഒരു ചാർട്ടർ. ചാർട്ടർ എന്നൊരു ഓർഗനൈസേഷൻ ഒന്നുമില്ല, അതെല്ലാം വെറും കഥകളാണ്. കമോൺ പാർക്കർ, നീ അവരെ പറ്റി കേട്ടിട്ടില്ലാത്തതുകൊണ്ട്. ലോകത്തിലുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള ഏജൻസ് ഉള്ള ഓർഗനൈസേഷനാണ് ചാർട്ടേഴ്സ്. അവരൊക്കെ ഏത് ലെവലാണെന്നറിയോ? അവരുടെ കൈവശമുള്ള ടെക്നോളജീസ് ഒക്കെ നമ്മളുടെ അടുത്തുള്ളതിന്റെ 10 ഇരട്ടി പവർഫുൾ ആണ്. അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ അത്ര സീക്രട്ട് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ കണക്ഷൻസും ഇല്ല. ഇവിടെ ഇപ്പോൾ നമ്മളെ പോലെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിനെല്ലാം റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിന്റെ നല്ലതിന് വേണ്ടി ഇങ്ങനെ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്. അത് റിയൽ ആണ്. ഓക്കെ ഗൈസ്, ഈ കഥയൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് പോകാനുള്ള സമയമായെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോകുന്നു. ഇപ്പം നമ്മുടെ ബെയിലി പറഞ്ഞ ചാർട്ടർ എന്ന ഓർഗനൈസേഷൻ ഇല്ലേ, അതിലാണ് നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത്. ചാർട്ടേഴ്സ് എന്ന് ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇതുപോലെ സീക്രട്ട് സർവീസിൽ ഇവരെ പറ്റി ഒരു ഐഡിയ ഉള്ള ആളുകൾ ഇവരെ വിളിക്കുന്ന പേര് മാത്രമാണ്. ഇതിനകത്ത് കുറെ ഡിവിഷൻസ് ഉണ്ട്. ഒരു ഡെക്ക് ഓഫ് കാർഡ്സിലുള്ള പോലെ 4 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഹേർട്സ് എന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത്. ഹേർട്സ് പോലെ തന്നെ ഡയമണ്ട്സ് എന്ന് പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കും ഒരു സ്പെസിഫൈഡ് കാർഡ് ഐഡന്റിറ്റി കാണും. അതായത് നമ്മുടെ ഹീറോയിന് 9 ഓഫ് ഹാർട്സ് എന്ന ഐഡന്റിറ്റി ഉള്ള പോലെ ഇവള് ഭാഗമായിട്ടുള്ള ഹേർട്ട് എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് കിങ് ഓഫ് ഹേർട്ട്. കിങ് ഓഫ് ഹേർട്സിന്റെ താഴെയായിട്ട് പിന്നെ ക്യൂ വരും, ജെ വരും, 10, 9, 8, 7 അങ്ങനെ 2 വരെ പോകും. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള സീക്രട്ട് സർവീസ് ഏജൻസ് എല്ലാം ഇതിന്റെ ഭാഗമാണ്. ദെൻ തിരികെ പോകുന്ന നമ്മുടെ ഹീറോയിൻ ഇവരുടെ ലാസ്റ്റ് മിഷന് വേണ്ടി ഇവർ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിലെ CCTV ക്യാംസ് ഒക്കെ വീണ്ടും ഹാക്ക് ചെയ്ത് മിഷൻ ഇടയ്ക്ക് ഇവരുടെ കോംസിലേക്ക് സംസാരിച്ച ആ ഒരു പെണ്ണിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള തെളിവൊന്നും കിട്ടുന്നില്ല. അവൾ അവിടെ വരുന്നു, ഇവരുടെ ഡിവൈസ് ഹാക്ക് ചെയ്ത് ഇവരോട് സംസാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ടെന്ന് പറയാനായിട്ട് ഇവർ ആ CCTV ക്യാം ഒക്കെ ആക്സസ് ചെയ്ത് നോക്കുമെന്ന് മനസ്സിലാക്കി ആ പെണ്ണ് CCTV ക്യാമിലേക്ക് ജസ്റ്റ് നോക്കുന്നുണ്ട്. ദെൻ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ പാർക്കർ അവിടെ വന്ന് ഹീറോയിനോട് ആ പെണ്ണിനെ പറ്റി അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഞാനതിനെ അന്വേഷിക്കണം, അത് വേറെ ടീമിനെ ഏൽപ്പിച്ചേക്കുവാന്നല്ലേ സാർ പറഞ്ഞത്? റിയലി? ശരിക്കും നീ അവളെ പറ്റി ഒന്നും തിരക്കിയിട്ടില്ല? അവളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നല്ലോ നിനക്ക്. അവളെ പറ്റി ഒരു ഇൻഫർമേഷൻ നമുക്കില്ല. അവൾ ആര്, എന്ത്, എവിടുന്ന് വന്നു ഒന്നും അറിയില്ല. ഇനി അവൾ എന്തെങ്കിലും ഇടങ്ങേറായിട്ട് വരുവാണെങ്കിൽ അന്നേരം നമുക്ക് അവളുടെ കാര്യം നോക്കാം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന മട്ടിൽ നമ്മുടെ പാർക്കറും. ദെൻ അതെല്ലാം ശേഷം നമ്മുടെ ഹീറോയിൻ ഹേർട്സ് ടീമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുന്നു. ഇവനാണ് ഐവോ, ഹേർട്സ് ടീമിന്റെ ഭാഗമാണ്. ഇപ്പൊ നിലവിൽ ഹേർട്സ് ടീം ഏതൊക്കെ ഓപ്പറേഷൻസിലാണ് ഏതൊക്കെ മിഷൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് അവൻ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നു. പാരീസിൽ ഒരു ഗ്യാസ് അറ്റാക്ക് നടത്തിയേക്കാമെന്ന് കുറെ ആളുകൾ പ്ലാൻ ചെയ്തിരുന്നു. അത് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഹേർട്സ് ടീം നോക്കുന്നുണ്ട്. ഇവരുടെ ഹേർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, 87% ചാൻസ് ആണ് പാരീസിൽ ആ ഒരു ഗ്യാസ് അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയായിട്ട് കാണിക്കുന്നത്. ഹേർട്സ് ടീമിലെ 8 ഓഫ് ഹേർട്സ് എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ഏജന്റ് ആ മിഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. 6 ഓഫ് ഹേർട്സ് സൗത്ത് ചൈന സീയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹേർട്സ് ടീം മാത്രമല്ല ഡയമണ്ട്സ് ടീം ഉണ്ട്. ഡയമണ്ട്സ് ടീം നിലവിൽ നോർത്ത് അമേരിക്കൻ പവർ ഗ്രിഡ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ ഹാക്കേഴ്സുമായിട്ട് ഡീൽ ചെയ്യുവാണ്. അങ്ങനെയുള്ള ഹാക്കേഴ്സിനെ തടഞ്ഞു നിർത്താനും അവരെ പിടിക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ചാർട്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ്. ഇതാണ് ഹേർട്സ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട വ്യക്തി നൊമാഡ്, കിങ് ഓഫ് ഹേർട്സ്. നമ്മുടെ ജാക്ക് ഓഫ് ഹേർട്സ് ഇവിടെയുണ്ട്. നമ്മുടെ ഹീറോയിനെ കഴിഞ്ഞ മിഷനെ ഹെൽപ്പ് ചെയ്തല്ലോ, ടെക്നിക്കൽ എക്സ്പെർട്ട്. ആൻഡ് MI6 കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം ഇവരിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മിഷനിലെ MI6 കോംസ് ഹാക്ക് ചെയ്ത് ഇവരോട് സംസാരിച്ച ആ പെണ്ണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അവളുടെ പേര് കെയ ധവാൻ, ഇന്ത്യക്കാരിയാണ്, പൂനെയാണ് സ്വദേശം. അവളുടെ 8ാമത്തെ വയസ്സിൽ അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് അനാഥയായി. ശേഷം പൂനെയിൽ ബിസിനസ് ചെയ്തിരുന്ന നിയാം കാർച്ച എന്നൊരു ബില്യണിയറിന്റെ കൂടെയായിരുന്നു. കാർച്ചയുടെ കൂടെ കൂടിയതിനു ശേഷം അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ടെക്നിക്കൽ സൈഡിലൊക്കെ ബ്രില്യൻ്റ് ആയി. പിന്നെ അവൾ കാർച്ചയിൽ നിന്ന് വിട്ടുപോയി. എന്താണ് റീസൺ എന്നറിയില്ല. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ അവൾ എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു ഒന്നും അറിയില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ MI6 മിഷൻ ഇടയ്ക്ക് വന്ന് കയറി. അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഒന്നും അറിയില്ല. എന്നാൽ ഇവരുടെ ഒരു അസംഷൻ അനുസരിച്ച് KM മുൾവേനിക്ക് വേണ്ടിയായിരിക്കും അവിടെ വന്നിട്ടുള്ളത്. അല്ല, ആക്ച്വലി മുൾവേനി എന്തിനാണ് അവിടെ വന്നത്? വെറുതെ ബെറ്റ് വെക്കാൻ വേണ്ടിയാണോ ആ ഹോട്ടൽ വരെ പുള്ളിക്കാരൻ വന്നത്? അവിടെ വന്ന് സോൾജേഴ്സിന്റെ മേൽ ബെറ്റ് വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല പുള്ളിക്കാരന്റെ ഉദ്ദേശം. അങ്ങനെ അവിടെ വന്നതിന് മറ്റൊരു കാരണം ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ സ്വന്തമാക്കുക എന്നുള്ളത് കൂടിയാണ്. ലോകത്തിലുള്ള ഏതൊരു സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുന്ന, ഏതൊരു സിസ്റ്റവും ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ. അതേതാണ് ആ കമ്പ്യൂട്ടർ എന്നാണോ ചിന്തിക്കുന്നത്? ദ ഹേർട്ട്. നമ്മുടെ ഈ ഹേർട്സ് ടീമും ഡയമണ്ട്സ് ടീമും ഒക്കെ യൂസ് ചെയ്യുന്ന, അതായത് ഈ ചാർട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഇവരുടെ ഈ സൂപ്പർ കമ്പ്യൂട്ടർ. മുൾവേനി ഇതിന്റെ പുറകെയാണ്. മുൾവേനിയുടെ പുറകെ കെ വന്നിട്ടുണ്ടെങ്കിൽ കെയും ഇതിന്റെ പുറകെയാണ്. അതായത് ഈ ഒരു ഹേർട്ട് സ്വന്തമാക്കാനായിരിക്കും കെ ശ്രമിക്കുന്നത് എന്നൊരു അസംഷനിൽ ഇവരെത്തുകയാണ്. ആ ഹോട്ടലിലെ ഇൻസിഡന്റിന് ശേഷം ഹേർട്ട് കെയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി. അതായത് ഈ ഒരു ഹേർട്ട് സിസ്റ്റം കെയെ പറ്റി കിട്ടാവുന്ന ഇൻഫോർമേഷൻ എല്ലാം വെച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്തതായിട്ട് അവൾ ലിസ്ബണിലുള്ള ക്ലബ് മൊറിറ്റ്സിലേക്കാണ് പോകുന്നത് എന്ന് 96% ഉറപ്പിച്ച് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന ഹേർട്സ് ടീം എന്ത് ചെയ്യുന്നു? ഇവർ ഈ ഇൻഫോർമേഷൻ MI6 ചോർത്തി കൊടുക്കുന്നു. ഉറപ്പായും MI6 ഒരു ടീം അങ്ങോട്ട് പോകും. അവരുടെ കൂടെ നമ്മുടെ ഹീറോയിനും ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മുടെ ഹീറോയിനെയും അയക്കുക. ഇതാണ് ഹേർട്സ് ടീമിന്റെ പ്ലാൻ. കിങ് ഓഫ് ഹേർട്സ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതിലെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കഴിഞ്ഞ മിഷനിൽ ഞങ്ങളുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത് ഞങ്ങളോട് സംസാരിച്ച് ഈവൻ എന്റെ മുന്നിൽ വന്നു, എന്റെ കണ്ണിൽ നോക്കി നിന്നു. അവളായിട്ട് തന്നെ അവളുടെ ഐഡന്റിറ്റി എനിക്ക് റിവീൽ ആക്കി തന്നു. അവൾ അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ തിരക്കും. ഹേർട്ട് അത് പ്രൊഡിക്റ്റീവ് എന്ന് അവൾ ഓൾറെഡി ഗസ് ചെയ്ത് കാണുമല്ലോ. ദിസ് ഈസ് റോങ്, ഇത് നമ്മളെ അങ്ങോട്ട് എത്തിക്കാനുള്ള അവളുടെ തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ, ലോകത്തിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഹേർട്ട്. ലിസ്ബണിൽ ഉണ്ടാവുന്ന 96% ഹേർട്ടിന് ഉറപ്പാണ്. നീ ഉൾപ്പെടെയുള്ള MI6 ടീമിനെ അങ്ങോട്ട് വിടാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നു. പിന്നെ മിഷന് പോവുകയാണെങ്കിൽ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക, തിരിച്ചു വരിക. അല്ലാതെ റെസ്റ്റോറന്റിൽ കയറി അവരുമായിട്ട് കമ്പനി ആകാനൊന്നും പോകരുത്. കിങ് ഓഫ് ഹേർട്സ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഷോക്കായി.
ഓ, അപ്പൊ നിങ്ങൾ എനിക്ക് പുറകെ ആളെ അയച്ചിട്ടുണ്ട്, എന്നെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. യെസ് ഉണ്ട്, കാരണം നീ എന്റെ അസറ്റാണ്. എന്റെ ഏജൻസ് എന്തൊക്കെ ചെയ്യുന്നു, പറഞ്ഞ കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ, അവരെവിടൊക്കെ പോകുന്നു എന്നൊക്കെ ഞാൻ അന്വേഷിക്കണ്ടേ. ദെൻ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ തിരികെ അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡാർക്ക് വെബിൽ അല്ലെങ്കിൽ ടോർ യൂസ് ചെയ്തിട്ട് ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കെ ഇൻഫർമേഷൻ കൈമാറുന്നത് എന്തായാലും ഡാർക്ക് വെബിലൂടെ ആയിരിക്കുമല്ലോ. നമ്മുടെ ഹീറോയിൻ ഡാർക്ക് വെബിൽ കെയുടെ നെയിമും അതേപോലെ ബ്രിട്ടീഷ് ആർ കമ്മിങ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ കെ അതിൽ കയറി ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടാളും തമ്മിൽ ഒരു ചാറ്റ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ഒരു ചാറ്റ് ഓപ്പൺ ആയതും നമ്മുടെ ഹീറോയിൻ ടോറിലൂടെ അവളുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത് അവളുടെ വെബ് ക്യാം ഓൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 സെക്കൻഡത്തേക്ക് അവളെ നമ്മുടെ ഹീറോയിന് വെബ് ക്യാമിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കെ അത് ഓഫ് ചെയ്തു. ശേഷം ഇവളോട് ചാറ്റ് ചെയ്യുന്നു. എന്താണ് നിനക്ക് വേണ്ടത്, എന്താ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെയൊക്കെ നമ്മുടെ ഹീറോയിൻ കെയോട് ചോദിക്കുമ്പോൾ നീ അത് ഉടനെ തന്നെ കണ്ടുപിടിക്കും എന്നാണ് കെയുടെ മറുപടി. അത്രേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് കെ ഓഫ്ലൈൻ ആയി. പിന്നെ ടോറിലൂടെയുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവൾ ഓൺലൈൻ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഓഫ്ലൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ലൊക്കേഷനോ IP അങ്ങനെ ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൾ ഓൺലൈൻ ആയിരിക്കുന്ന സമയത്ത് പോലും ട്രാക്ക് ചെയ്യുന്ന കാര്യം അത്ര സിമ്പിൾ അല്ല. ബിക്കോസ് ഇത് ടോറാണ്. ജസ്റ്റ് ഒരു ഉള്ളി പൊളിച്ച് പോകുന്നതിൻ്റെ കൂട്ടാണ്. പൊളിച്ച് അകത്ത് ചെന്നാലും അകത്തൊന്നും കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. കാര്യമായിട്ടെന്നല്ല, ഒന്നും തന്നെ കിട്ടാനില്ല. കെയെ ട്രാക്ക് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിൻ ഉൾപ്പെടുന്ന ഒരു MI6 അവർ ലിസ്ബണിലെത്തി. മിഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഫണ്ണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവരുടേതായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിയുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിനിടെ നമ്മുടെ ബെയിലി നമ്മുടെ ഹീറോയിന് ഒരു ഡോൾ ഹൗസിന്റെ പിക്ചറൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ നീസിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. എങ്ങനെയുണ്ട്, പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ, നിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ. പിന്നെ നല്ല പിങ്ക് കളർ. ഒട്ടുമിക്കപ്പോഴും നമ്മുടെ ബെയിലി ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണായിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പാർക്കറും യാങ്ങും ഒക്കെ മിഷന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ പാർക്കറിന്റെ പുറത്ത് ഒരുപാട് മുറിവുകളിലും ഇടികൊണ്ടതിന്റെ ചതവ് അങ്ങനെയൊക്കെയുള്ള കുറെ പാടുകൾ കാണാം. ഒരു സീക്രട്ട് ഇന്റലിജൻസ് സർവീസിലെ ജോലി എത്രമാത്രം ദുഷ്കരമാണ്, എത്രമാത്രം പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും, എത്രമാത്രം വേദനകൾ സഹിക്കേണ്ടി വരും. പാർക്കറിന്റെ പുറത്തുള്ള പാടുകൾ കണ്ടാൽ അറിയാം പുള്ളിക്കാരൻ ഒരുപാട് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവരെ ഓർത്ത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെൽ, നമ്മുടെ ഹീറോയിനും ഇതേ പണി തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും ഇവർക്കറിയാത്തൊരു രഹസ്യം അവൾക്കുണ്ടല്ലോ. MI6 ഒക്കെ കേസിൽ പല അവസരത്തിലും ഇവർ ഉദ്ദേശിച്ച പോലെ മിഷൻ നടന്നില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇവരുടെ ബോസ് അവരോട് ദേഷ്യപ്പെടുന്നതായിട്ടൊക്കെ നമ്മുടെ ഹീറോയിൻ കണ്ടിട്ടുണ്ട്. സോ ഇത്രയേറെ കഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അവരെ ഓർത്തൊരു പ്രൗഡ്. അങ്ങനെ ദെൻ മിഷൻ തുടങ്ങാൻ കുറെ സമയമുണ്ടെന്ന് തോന്നുന്നു. ഇവർ ഭയങ്കരമായിട്ട് കളിച്ച് ചിരിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ പാർക്കറിന്റെ ബോധം പോയി. നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഓടി മാറി ഹേർട്ട് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു ഏരിയയിൽ എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾ നമ്മുടെ ഹീറോയിനൊക്കെ ഉള്ള അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ജാക്ക് നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നു. പാർക്കർ ബോധം പോയി കിടക്കാണ്. യാങ്ങും ബെയിലിയും രണ്ടാളും ആ ഒരു ആഘാതത്തിൽ നിന്നൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഇടപെട്ടേ പറ്റൂ. പക്ഷേ അവൾ ഇപ്പോൾ ഇടപെടണ്ടെന്നാണ് ജാക്ക് പറയുന്നത്. ബിക്കോസ് അവൾ ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവൾ ആരാണെന്നുള്ള സത്യം ഇവരെല്ലാം തിരിച്ചറിയും. അതുകൊണ്ട് MI6 കാര്യം അവർ നോക്കിക്കോളും. അവരിൽ 2 പേര് ഇപ്പോഴും കോൺഷ്യസ് ആണ്. അവർക്ക് വേണമെങ്കിൽ അവരെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് ജാക്ക് പറയുന്നത്. അങ്ങനെ യാങ്ങും ബെയിലിയും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവരെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ പ്രതിരോധിച്ച് നിന്ന് അവരെ ആക്രമിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നു. ജാക്ക് പറയുന്നതനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങുക മാത്രമേ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നിർവാഹമുള്ളൂ. അതനുസരിച്ച് നമ്മുടെ ഹീറോയിൻ സേഫ് ആയിട്ട് അവിടുന്ന് ഒരു ജനാല വഴി പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഹേർട്ട് സിസ്റ്റം അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന വഴി ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്രയും വേഗം രക്ഷപ്പെടാമെന്നൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് രക്ഷപ്പെടാൻ തോന്നുന്നില്ല. ഓർ മോർ പ്രിസൈസ്ലി ഒറ്റയ്ക്ക് അങ്ങോട്ട് രക്ഷപ്പെടാൻ തോന്നുന്നില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന MI6 ടീംമേറ്റ്സിൽ ആകെ 2 ആളുകളാണ് ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ളത്. അവർ തങ്ങളുടെ കൂടെയുള്ള പാർക്കറിനെയും സ്റ്റോണിനെയും രക്ഷിക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തിൽ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെക്കാൾ ബെറ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യാനും അവരെക്കാൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള താൻ ഇവിടെ ഓടി രക്ഷപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ താൻ ആരാണെന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നെങ്കിൽ തിരിച്ചറിയട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ മിഷനിൽ തന്റെ കൂടെ ഇവിടെ വന്ന 4 പേരും ജീവനോടെ ഉണ്ടാവണമെന്ന് തീരുമാനിച്ച് നമ്മുടെ ഹീറോയിൻ വീണ്ടും അകത്ത് കയറുന്നു. പിന്നെ അങ്ങോട്ട് അടി എന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞടി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ കയറി വന്നവരെയൊക്കെ നമ്മുടെ ഹീറോയിൻ അടിച്ച് താഴെയിട്ടു. ഓൾറെഡി അടി കൊണ്ടൊരു പരവുമായി. എന്നാൽ ഇപ്പോൾ ഇവള് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ യാങ്ങും ബെയിലിയും. ഇത്രയും സമയം അബോധാവസ്ഥയിലായിരുന്ന പാർക്കറിനും ബോധം തെളിഞ്ഞു വരുന്നു. നമുക്ക് ഒട്ടും സമയമില്ല, എന്നെ ഫോളോ ചെയ്തു വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റോൺ ഇവരെ 3 ആളെയും വിളിച്ച് പുറത്തിറങ്ങുന്നു. ഇവരെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ആളുകളുടെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാനായിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെയുള്ള ഒരു വാൻ എടുത്ത് അതിൽ ഇവർ 3 പേരെയും കയറ്റി അങ്ങനെ ആ വാനും ഓടിച്ചു പോകുന്നു. ഇവരെ അറ്റാക്ക് ചെയ്ത ആളുകൾ വിടുന്നില്ല, അവരിവരെ പുറകെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചാർട്ടർ ഓർഗനൈസേഷൻ ഒറിജിനൽ തന്നെ ഇവൾ അതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി. ഹീറോയിന്റെ സ്കിൽസ് ഒക്കെ കണ്ട് അമ്പരക്കാനും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ ഇനി സമയമുണ്ട്. അപ്പോൾ ഈ പുറകെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ട് 4 പേരും ഒരുമിച്ച് അവരോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോയിൻ വണ്ടി ഓടിക്കുന്നു. യാങ് ഗൺ എടുത്ത് പുറകെ വരുന്ന ആളുകളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങോട്ടൊരു അടിപൊളി ചേസിംഗ് സീൻ. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ദുർഘടം പിടിച്ച ഗടുകട ഇടിച്ചും കിടുകിട ചാടി പോകുന്ന അമ്മാതിരി വഴികളിലൂടെയുള്ള ഒരുമാതിരി യാത്ര. അങ്ങനെ ഈ തുക്കട വാനം കൊണ്ടായാലും ഇവർ ഒരു വിധത്തിലെ ചേസിംഗിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ചെല്ലുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം നമ്മുടെ ഹീറോയിനോട് ബാക്കി 3 ആളുകളെ ഇവളെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വലിയ പ്രശ്നം. ഇവരുടെ കൂട്ടത്തിലുള്ള പാർക്കർ അവന്റെ ഗൺ എടുത്ത് ബെയിലിയെയും യാങ്ങിനെയും കൊന്നുകളഞ്ഞു. സ്റ്റോൺ അങ്ങനെ ഞെട്ടിപ്പോയി. ഇവൻ എന്താ ചെയ്തത്? തന്റെ ടീമേറ്റ്സിനെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാതെ അവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ നിനക്കെന്നെ കൊല്ലണമെന്നില്ല, നിനക്കെന്നെ കൊല്ലണമായിരുന്നെങ്കിൽ നീ എന്നെ ആദ്യമേ കൊന്നേനെ,
എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. അപ്പൊ നീ ആ കെയുടെ ആളാണ്, ഇത്രയും നാൾ നീ ഇവരെ എല്ലാവരെയും ചതിക്കുമായിരുന്നു, സത്യം പറ എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ ആഹാ നീ ചോദിക്കേണ്ട താമസം, ഞാൻ അങ്ങ് ഉത്തരം പറഞ്ഞേക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കിട്ടിയ തക്കത്തിന് അവനെ അടിച്ച് തറയിലിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയും പിടിച്ച് മേടിച്ച് അവന്റെ കഴുത്തിൽ വെക്കുന്നുണ്ട്. ഈ അടിക്കിടയിൽ നൈസായിട്ട് ഇവൻ ഈ കത്തി കൊണ്ട് നമ്മുടെ ഹീറോയിനെ ഒന്ന് പോറുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് അവളുടെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിനോട് കത്തി ചേർന്നതോടെ അവൻ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് പിന്നെ MI6 ചാർട്ടർ ഗ്രൂപ്പിന്റെ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും കേക്കും ഓൾറെഡി മനസ്സിലായിരുന്നു. അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ള ആളെ പുറത്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് യാങ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. അങ്ങനെയെങ്കിൽ നീയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തേ? കെ നിനക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നേ? അതിന് പാർക്കർ എന്താ സ്റ്റോൺ ഇത്, നിന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ ശരീരം മുഴുവൻ പാരലൈസ്ഡ് ആയി അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഒരല്പം മുമ്പ് ഇവർ തമ്മിലുള്ള അടിക്കിടയിൽ നൈസായിട്ട് ഈ പാർക്കറിന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അവളുടെ ശരീരം ഒന്ന് പോറി എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കത്തിയുടെ അറ്റത്ത് പോയിസൺ പുരട്ടിയിരുന്നു. ഇത്രയും നാളെ ഞാൻ നിന്റെ കൺമുന്നിലുണ്ടായിരുന്നു സ്റ്റോൺ. നിനക്ക് എന്നെ ഒരു ചെറിയ സംശയം പോലും തോന്നിയില്ല. എല്ലാം ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. ഞാനും ഗെയും കൂടെ പ്ലാൻ ചെയ്താണ് മുൾവേനി ഇറ്റലിയിൽ വന്നത്. മിലിറ്ററിയുടെ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റീസും ബ്രേക്ക് ചെയ്ത് അവരുടെ സെർവറിൽ കടന്നു കയറി ലൈവായിട്ട് റിയൽ ടൈമിൽ നടക്കുന്ന അവരുടെ ഓപ്പറേഷൻസിന്റെ വീഡിയോ ഹാക്ക് ചെയ്തെടുത്ത് അത് വെച്ച് മുൾവേനിയെ പോലുള്ള ഒരാളെ ഇറ്റലിയിൽ എത്തിച്ചത് ഞങ്ങളാണ്. കാരണം അയാൾക്ക് ഹേർട്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അറിയാമായിരുന്നു. അന്ന് ഞാനും മുൾവേനിയും കൂടെ കേബിൾ കാറിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹേർട്ടിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ അവനിൽ നിന്ന് മനസ്സിലാക്കി. ഏതൊരു സിസ്റ്റവും ഹാക്ക് ചെയ്യാൻ ഏതൊരു സിസ്റ്റത്തിലേക്കും കടന്നു കയറാൻ കഴിയുന്ന അത്രത്തോളം പവർഫുൾ ആയ ഒന്ന് സെൽഫോൺസിലേക്കോ പവർ ഗ്രിഡ്സിലേക്കോ ബാങ്ക്സ്, ഗവൺമെന്റ്സ്, മിലിറ്ററി, ഹെൽത്ത് റെക്കോർഡ്സ് അങ്ങനെ സകലമായ ഡേറ്റാസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഓർ ലോകത്തിലെ ഏറ്റവും മികച്ച ക്വാണ്ടം കമ്പ്യൂട്ടർ. ഒരുപാട് ഡേറ്റാസ് ഉള്ള ഈ സിസ്റ്റം വെച്ച് നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? ഈ സിസ്റ്റം വിചാരിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, മാർക്കറ്റ് ക്രാഷ് ചെയ്യിക്കാൻ പറ്റും, ഈവൻ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ തകർക്കാൻ പോലും പറ്റും. ലോകത്തിന്റെ പല ഭാഗത്ത് പല രാജ്യങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ബോംബ്സ് ആക്സസ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും അയക്കാൻ സാധിക്കും. ലിറ്ററലി ലോകം തന്നെ നശിപ്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ദ ഹേർട്ട് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മുൾവേനിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഹേർട്ട് എവിടെയാണെന്നുള്ള കാര്യം അങ്ങേർക്ക് അറിയില്ലായിരുന്നു. കേബിൾ കാറിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പാർക്കറിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ഇവന്റെ ടീമേറ്റ്സ് ആയിട്ടുള്ള MI6 ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി പാർക്കർ മനഃപൂർവ്വം മുൾവേനിയെ അടിച്ചൊരു പരുവമാക്കി ആ കേബിൾ കാറിൽ വെച്ച് അങ്ങേരെ മാക്സിമം ഉപദ്രവിച്ച് അങ്ങേരുടെ വായിലൊരു സൈനൈഡ് വിട്ടുകൊടുത്ത് അങ്ങേരെ അങ്ങനെ കൊല്ലുകയായിരുന്നു. ഇതെല്ലാം നമ്മുടെ റേച്ചലിനോട് പറഞ്ഞു കൊടുക്കുന്നു. റേച്ചൽ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിൽ പാരലൈസ്ഡ് ആയിട്ട് ശരിക്കും ബോധമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിന്നെ എനിക്ക് കൊല്ലണമെന്നേ ഇല്ല സ്റ്റോൺ, പകരം നിന്റെ ശരീരത്തിൽ ഞാൻ ഇത് ഇഞ്ചെക്ട് ചെയ്യും. എവിടെയാണ് ഹേർട്ട് എന്ന് നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ശരീരത്തിൽ എന്തോ ഒന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. അവിടെ കണ്ടാൽ നമ്മുടെ റേച്ചൽ സ്റ്റോൺ വീണ്ടും കണ്ണു തുറക്കുമ്പോൾ അവളുടെ മുന്നിൽ നൊമാഡ് ഉണ്ട്, അതായത് നമ്മുടെ കിങ് ഓഫ് ഹേർട്സ്. നമ്മുടെ സ്റ്റോൺ ഒന്ന് കോൺഷ്യസ് ആയി വരുമ്പോഴേക്കും സ്റ്റോൺ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഇവളുടെ ശരീരത്ത് അവൻ പാർക്കർ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം എങ്ങനെയെങ്കിലും എടുത്തു കളയാനാണ്. സ്റ്റോണിന്റെ ശരീരം ഒന്നും അങ്ങോട്ട് സ്റ്റേബിൾ ആയി വരുന്നതേ ഉള്ളൂ. അവൾ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഈ ഒരു കണ്ടീഷനിൽ അവൾ ഇതൊക്കെ എടുത്ത് കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ട് നേരെ വേണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മൂവ്മെന്റ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം പാർക്കർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സ്റ്റോണിന്റെ ശരീരത്ത് അവൻ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ഇവിടെയുള്ള സിസ്റ്റംസ് ഒക്കെ ആക്സസ് ചെയ്യാനും എവിടെയാണ് ഹാർട്ട് എന്ന് ട്രാക്ക് ചെയ്യാനും അവനെ കൊണ്ട് സാധിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ രണ്ടും കൽപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ കൈ കുത്തി മുറിച്ച് അത്രയും വേദന സഹിച്ച് അവളുടെ കൈക്കുള്ളിൽ പാർക്കർ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് അങ്ങനെ ആ ഒരു കത്തി യൂസ് ചെയ്ത് സ്വന്തമായിട്ട് പുറത്തെടുത്ത് അടിച്ചു പൊട്ടിച്ച് കളയുന്നു. ഇവർ യൂസ് ചെയ്യുന്ന ഹേർട്ട് എന്ന സിസ്റ്റം ഒരു ലോക്കറിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ലോക്കർ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ എവിടെയുള്ള ലോക്കർ അല്ല, ഭൂമിയിൽ നിന്നും 85,000 ഫീറ്റ് മുകളിൽ ഒരു പ്രത്യേക വാഹനത്തിൽ അത് ഇങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം എഫിഷ്യന്റും പവർഫുൾ ആണ് ഹേർട്ട് എന്നറിയാലോ. അതിന്റെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ലോകം തന്നെ നശിപ്പിക്കാനും ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. സോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരിക്കലും ഭൂമിയിൽ വെക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും നാൾ ഹേർട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പുറത്തു പോകാതെ വളരെ രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പാർക്കറിന് കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവനും കെയും കൂടെ എന്താണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. എങ്ങാനും ഹേർട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ, ഹേർട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഈ ലോകത്തെ അവർക്ക് എന്തും ചെയ്യാം. ഈ ലോകത്തിന്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ നമ്മുടെ ഹീറോയിന് നോക്കിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നൊമാഡ് അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവളോട് ഇവളാണ് ബെയിലിയുടെയും യാങ്ങിന്റെയും മരണത്തിന് കാരണം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കുളമാവാൻ കാരണം ഇവളാണെന്ന് പറഞ്ഞ് നൈസായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട്. ബിക്കോസ് ഇവൾ ആ ഒരു സമയത്ത് ലിസ്ബണിൽ ഉണ്ടായിരുന്ന സമയത്ത് തിരിച്ചു കയറി അവരെ രക്ഷിക്കാൻ വേണ്ടി പോയില്ലായിരുന്നെങ്കിൽ ആ ഒരു വലിയ ചേസിന്റെ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. മേ ബി MI6 അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തി അവരൊരു വഴിക്ക് അങ്ങനെ പോയേനെയും. അതല്ലെന്നുണ്ടെങ്കിൽ പാർക്കർ ഒരു ചതിയനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേനെയും ഈ മിഷൻ തന്നെ വേറൊരു രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയേനെയും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ചൂടാവുന്നു. നമ്മുടെ ഹീറോയിൻ ഹേർട്ടിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ഇപ്പോൾ പാർക്കറിന് അറിയാം, അറിയാം. സോ ഇതെല്ലാം പരിഗണിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ഇവളോട് ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് നൊമാഡ്. ഹീറോയിൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിഷൻ ഇടയ്ക്ക് ഇങ്ങനെ ക്രൂഷ്യൽ ആയിട്ടൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അവളോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നത് ഏതൊരു ഏജന്റാണെങ്കിലും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അവൾക്ക് വേറെ വഴിയില്ല. നൊമാഡ് അവിടെയുള്ള 4 കിങ്സിനോട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കിങ്സ് പറയുന്നത് ഇവള് പുറത്തു പോകണമെന്നാണ്. അതിനനുസരിച്ച് തന്നെ അവർ തീരുമാനമെടുത്തു. നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ലാതെ അവൾ പുറത്തു പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ തിരികെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇവളുടെ അടുത്തായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹം അത് എടുക്കുമ്പോൾ സ്റ്റോണിനെയാണ് ആവശ്യപ്പെടുന്നത്.
വിളിക്കുന്നത്. ഇത് കെയുടെ പണിയാണ്, കെയെ തന്നെ വിളിക്കുന്നതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അയാളുടെ ഫോൺ വാങ്ങി കെയോട് സംസാരിക്കുന്നു. എന്താണിത്, ഹേർട്സിലെ വളരെ പ്രധാനപ്പെട്ട ഏജന്റ് ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു, എന്ത് പറ്റി സ്റ്റോൺ, അവർ നിന്നെ ഒഴിവാക്കിയോ? അതിന് നമ്മുടെ ഹീറോയിൻ മറുപടിയായി, നീ എന്റെ ഫ്രണ്ട്സിനെ കൊന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ നിനക്ക് വേണ്ടി വരുന്നുണ്ട് എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴാണ് നമ്മുടെ പാർക്കർ ബെയിലിയെയും യാങ്ങിനെയും കൊന്നു എന്ന വിവരം കെയെ തിരിച്ചറിയുന്നത്. ദെൻ അതെല്ലാം ശേഷം ചാർട്ടേഴ്സിലെ 4 കിങ്സും ഒരു മീറ്റിംഗ് നടത്തുന്നു. നമ്മുടെ നൊമാഡ് കിങ് ഓഫ് ഹേർട്സ് ആണ്, അതേപോലെ തന്നെ കിങ് ഓഫ് ഡയമണ്ട്സ് ഉണ്ട്, കിങ് ഓഫ് ക്ലബ്സ് ഉണ്ട്, കിങ് ഓഫ് സ്പേഡ്സ് ഉണ്ട്. അങ്ങനെ ഈ 4 കിങ്സ് ഒരു മീറ്റിംഗ് നടത്തുന്നു. എന്തുകൊണ്ടാണ് പാർക്കർ ഇവർക്കെതിരെ തിരിഞ്ഞത്? ഒരു MI6 ഏജന്റ് ആയിരുന്ന തന്റെ രാജ്യം തന്നെ ഏൽപ്പിക്കുന്ന മിഷൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അങ്ങനെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്ന അവൻ എന്തുകൊണ്ട് ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞു? അതിന് കാരണം ഈ ചാർട്ടേഴ്സ് ആണ്. 2025 ഡിസംബറിൽ ഇവർ ചെച്ചാനിയ എന്ന സ്ഥലത്ത് ഒരു മിഷൻ നടത്തി. ആക്ച്വലി അന്ന് ചാർട്ടേഴ്സിനകത്ത് ഈ ഹേർട്സ് ഗ്രൂപ്പ് ഇല്ല കേട്ടോ. ഹേർട്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നടന്നൊരു മിഷനാണ്. അവിടെ ഒരു വാർലോഡ് ഉണ്ട്. അങ്ങനെ പിടിക്കുകയായിരുന്നു മിഷൻ. അതിന്റെ ഭാഗമായിട്ട് MI6 അവിടെ എത്തിയിരുന്നു. ആ ടീമിന്റെ കൂടെ നമ്മുടെ പാർക്കറും ഉണ്ടായിരുന്നു. ഈ ഒരു മിഷനിൽ ആ റഷ്യൻ വാർലോഡ് അയാൾ അത്ര ഡേഞ്ചറസ് ആയതുകൊണ്ട് ചാർട്ടേഴ്സിന് ഇടപെടേണ്ടി വന്നു. ചാർട്ടേഴ്സ് ഒരു ഡ്രോൺ യൂസ് ചെയ്ത് ആ ഏരിയയിലുണ്ടായിരുന്ന വാർലോഡിനെയും അങ്ങനെ ആളുകളെയും എല്ലാം കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ വാർലോഡിന്റെ ആളുകൾ മാത്രമായിരുന്നില്ല അവിടെ, നമ്മുടെ MI6ന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ അവരും കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രമാണ്, പാർക്കർ. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ചാർട്ടർ ഗ്രൂപ്പിനെ പറ്റി പിന്നെ അങ്ങോട്ട് അന്വേഷിച്ച് അവരെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച പാർക്കർ ഇപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേസമയം നമ്മുടെ ഹീറോയിൻ ഇവളുടെ MI6 ടീമിലെ പാർട്ണർ ബെയിലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവിടെയുള്ള ബെയിലിയുടെ പൂച്ചക്കുട്ടിയെ ഹീറോയിൻ എടുത്ത് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അവൾ അത്രത്തോളം ഇവരെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടിരുന്നു. ബെയിലി നേരത്തെ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരന്റെ ഒരു നീസ്, ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ കാണാം. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഇവിടെ വരാനുള്ള കാരണം കെ ആ MI6 ടീമിലുള്ള ഇവരെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാലോ. അങ്ങനെയെങ്കിൽ ഉറപ്പായും കെയെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ലീഡ് ഇവിടെയുള്ള ബെയിലിയുടെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയേക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ബെയിലിയുടെ സിസ്റ്റം കാര്യമായിട്ട് പരിശോധിക്കുമ്പോൾ കെയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നു. അവളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. അത് വെസ്റ്റ് ആഫ്രിക്കയാണ്. നിലവിൽ ദ ഹേർട്ട് എന്ന സിസ്റ്റം സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ലോക്കർ വെസ്റ്റ് ആഫ്രിക്കയ്ക്ക് മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹേർട്ട് കൈക്കലാക്കുക എന്നുള്ളതാണ് കെയുടെയും പാർക്കറിന്റെയും ഉദ്ദേശമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് പുറപ്പെടുന്നു. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഡ്യൂട്ടിയിലില്ല എന്നുണ്ടെങ്കിലും അവളുടെ പരിചയമൊക്കെ വെച്ച് പുള്ളിക്കാരി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് പോകുന്നു. പാർക്കറും കെയും ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യമെല്ലാം സ്മൂത്ത് ആവും. പക്ഷേ 85,000 ഫീറ്റ് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ലോക്കറിൽ അവർ എങ്ങനെ കയറും? എന്നാൽ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനും അവരൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 85,000 ഫീറ്റ് മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലോക്കർ അവർ ഹാക്ക് ചെയ്ത് 15,000 ഫീറ്റ് താഴേക്കാക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ആ ഒരു പ്രശ്നമില്ല, ലോക്കർ ഒരുപാട് മുകളിലൂടെ അല്ല പറക്കുന്നത്. സോ ഇവർക്ക് ഹെലികോപ്റ്റർ യൂസ് ചെയ്ത് ആ ഒരു ലോക്കറിന്റെ മുകളിൽ ലാൻഡ് ചെയ്ത് അങ്ങനെ അതിനകത്ത് കയറാനും ഹേർട്ട് എടുക്കാനും സാധിക്കും. ഇപ്പുറത്ത് നമ്മുടെ നൊമാഡും ജാക്കും കൂടെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഈ ഒരു ലോക്കർ എങ്ങനെയെങ്കിലും സേഫ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കെയുടെ ആ ഒരു ഹാക്കിങ്ങിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ലോക്കറുള്ള ആ ഏരിയയുടെ അടുത്തായിട്ട് അതിന് 500 മൈൽസ് ചുറ്റളവിൽ പോലും ഇവരുടെ ഒരു ഏജൻസും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വരട്ടെ. ദേ നമ്മുടെ ഹീറോയിൻ കറക്റ്റ് ആയിട്ട് ലോക്കർ പൊക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഒരു പ്ലെയിനിൽ ചെന്ന് ആ പ്ലെയിനിൽ നിന്ന് താഴെയുള്ള ലോക്കറിലേക്ക് ചാടുന്നു. അല്ല പിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഹീറോയിൻ കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ആദ്യം പ്രോപ്പറായിട്ട് ലോക്കറിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു തവണ കൂടി ശ്രമിച്ച് ലോക്കറിനെ ചുറ്റി ഒന്ന് കറങ്ങിയൊക്കെ വന്ന് ഒരു വിധത്തിൽ ലോക്കറിൽ പിടിച്ച് അങ്ങനെ ലോക്കറിന്റെ അകത്തിറങ്ങുന്നു. ഇത് കെയും പാർക്കറും കാണുന്നുണ്ട്. സോ പാർക്കർ നമ്മുടെ ഹീറോയിനെ നേരിടാനായിട്ടും അതേപോലെ കെ ആ ഹേർട്ട് എടുക്കാനായിട്ടും ശ്രമിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനോട് ഫൈറ്റ് ചെയ്യാൻ ഒറ്റ ഓപ്ഷൻ മാത്രമേ പാർക്കറിനുള്ളൂ. ബിക്കോസ് ഈ ഒരു ലോക്കറിനകത്ത് മുഴുവൻ ഹൈഡ്രജൻ ഉണ്ട്. സോ എങ്ങാനും വെടി ഉതിർത്താൽ ഇത് മുഴുവൻ കത്തിപ്പോവും. നമ്മുടെ സ്റ്റോണിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് പാർക്കറിനെ സംബന്ധിച്ചിടത്തോളം നല്ല മെനക്കെട്ട പരിപാടിയാണ്. എന്തായാലും രണ്ടുപേരും തമ്മിൽ അടി തുടങ്ങി. നമ്മുടെ ഹീറോയിനാണ് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. ഇതേ സമയത്ത് തന്നെ കെ ആ ഹേർട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഹേർട്ട് സിസ്റ്റത്തിന്റെ കോർ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് കടന്നു ചെന്ന് ഹേർട്ട് സിസ്റ്റം അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഹേർട്ട് സിസ്റ്റം എടുത്ത ഉടനെ തന്നെ അവളുടെ ബയോമെട്രിക്സുമായിട്ട് ഹേർട്ട് സിസ്റ്റം കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ കെയ്ക്ക് അല്ലാതെ മറ്റാർക്കും ഹേർട്ട് സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ആ ഒരു ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇനിയിപ്പോൾ നമ്മുടെ പാർക്കറിന് ഹീറോയിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ഒരു തക്കത്തിന് പാർക്കറും കെയും അവിടുന്ന് തിരികെ പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ രണ്ടാളും അവരുടെ ഹെലികോപ്റ്ററിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്ന് അവരുടെ ഹെലികോപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരുന്ന കേബിളിൽ കയറി പിടിച്ചു. അപ്പോഴേക്കും അവർ ലോക്കർ മുഴുവൻ പൊട്ടിത്തകർന്നു പോകുന്നുണ്ട്. കാരണം പാർക്കർ അതിനകത്ത് ചെറിയൊരു എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്തിരുന്നു. ഹെലികോപ്റ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിളിൽ കയറി പിടിക്കാൻ പറ്റിയ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ഒരു വിധത്തിൽ അതിലൂടെ വലിഞ്ഞു കയറി കെയുടെ അടുത്ത് ചെന്ന് കെയും പിടിച്ചുകൊണ്ട് അവൾ താഴെ ചാടുന്നു. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ പാരഷൂട്ട് പോലും ഇല്ല. കെയ്ക്ക് പാരഷൂട്ട് ഉണ്ട്. കെയുടെ പാരഷൂട്ട് യൂസ് ചെയ്ത് ഹീറോയിനെ രക്ഷപ്പെടാൻ പറ്റൂ. ഒരല്പം മുമ്പ് ഇവരെടുത്ത ഹേർട്ട് അത് പാർക്കറിന്റെ കയ്യിലായിരുന്നു. പാർക്കർ അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ അങ്ങ് പോയി. എന്നാലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് കെയ്ക്ക് അല്ലാതെ മറ്റാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കെ ആണെങ്കിലോ ദേ നമ്മുടെ ഹീറോയിന്റെ കൂടെ താഴേക്ക് വീണോണ്ടിരിക്കുന്നു. അങ്ങനെ താഴേക്ക് വീണോണ്ടിരിക്കുന്ന ആ ഒരു പോക്കിൽ തന്നെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പോയിന്റിൽ നമ്മുടെ ഹീറോയിൻ കെയെ ഓവർപവർ ചെയ്ത് അവളുടെ പാരഷൂട്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ നമ്മുടെ ഹീറോയിനും കെയെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് താഴെ ലാൻഡ് ചെയ്യുന്നു. താഴെ വീണ് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്ന് വരുമ്പോഴാവട്ടെ ദേ കെ ഇവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നു. കമോൺ സ്റ്റോൺ, എഴുന്നേക്ക്, ഇവിടെ ചുറ്റിനും മരുഭൂമിയാണ്, ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് നടക്കുക. എന്നാൽ നമ്മുടെ ഹീറോയിൻ എഴുന്നേക്കുന്ന പോലെ വന്നിട്ട് പെട്ടെന്ന് കുറച്ച് മണ്ണ് വാരി കെയുടെ മുഖത്തെറിഞ്ഞ് അവളുടെ കയ്യിലുള്ള ഗണ്ണ് തട്ടിപ്പറിച്ച് കെയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടി. ഇപ്പൊ വേണേ എനിക്ക്
എനിക്ക് നിന്നെ കൊന്നു കളയാൻ പറ്റും. നീയൊക്കെ ബെയിലിയോടും യാങ്ങിനോടും കാണിച്ച അതുപോലെ എനിക്ക് നിന്നെ ഇപ്പോൾ കൊല്ലാം. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, കാരണം ഞാൻ നിന്നെ പോലെ ഒന്നുമല്ല ചിന്തിക്കുന്നത്. എഴുന്നേക്ക്, മര്യാദയ്ക്ക് പറയുന്നത് കിട്ടും, എൻ്റെ കൂടെ നടക്ക്. ഇങ്ങനെ ഇവർ രണ്ടാളും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കെ അവളുടെ സ്റ്റോറിയൊക്കെ നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്. അതായത് നിനക്ക് എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ, എന്നെ ദത്തെടുത്തതാണ്, അങ്ങനെയാണ് ഞാൻ വളർന്നത്, കാർ ചെയ്യുന്ന ഒരാളാണ്, എന്നെ ഇതെല്ലാം ട്രെയിൻ ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹേർട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അവനത് എന്തിനു ചെയ്തെന്നറിയോ? എൻ്റെ പേരൻസിനെ അവൻ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ലാബിൽ പരീക്ഷണം നടത്താനുള്ള വെറും ലാബ് റാറ്റ്സ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്തു. കുറേ ടെസ്റ്റുകൾ, ട്രയൽസ് ഒക്കെ നടത്തി അവൻ അവരെ കൊന്നു കളഞ്ഞു. ഇത് എൻ്റെ മാത്രം സിറ്റുവേഷൻ അല്ല, ഈ ലോകത്തുള്ള ഒരുപാട് പേരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അവരെയൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും. എൻ്റെ പേരൻസിനെ കൊന്നതിന് കാർച്ചയോട് ഞാൻ പ്രതികാരം ചെയ്യും. പിന്നെ പാർക്കർ എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയാലോ? ചാർട്ടർ ഗ്രൂപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കും. ഇത്രയും നാളും ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടായിട്ടും നിങ്ങൾ ആരും ഈ ലോകത്തെ പറ്റി മുന്നോട്ട് ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇനിയിപ്പോൾ ഞങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഹേർട്ട് യൂസ് ചെയ്ത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. ഇവിടുത്തെ മുഴുവൻ സിസ്റ്റവും ഞങ്ങൾ മാറ്റിമറിക്കും. ഇവിടെ നിന്റെ കാര്യം തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് എന്തുമാത്രം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നീ എത്തി നിൽക്കുന്ന അവസ്ഥ. നിനക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? എത്രയോ സ്കൂളുകളിൽ നിന്നെ പുറത്താക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നീ ഇപ്പോഴും ഓഡിയൻസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തിയായിട്ട് മാറി. അതിന് സ്റ്റോൺ മറുപടിയായി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കേയാ, ഞാൻ നിന്നെ പോലെയല്ല ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ടീം തരുന്നുണ്ട്. നൊമാഡ് ഞങ്ങളെ പറ്റിയൊക്കെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. ഇന്നേരം ദൂരെ നിന്നൊരു വണ്ടി ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർ ആദ്യം അത് പാർക്കർ ആണെന്ന് കരുതുന്നുണ്ടെങ്കിലും അത് പാർക്കർ അല്ല, മറ്റൊരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ ആ സ്ത്രീ ഇവർക്ക് രണ്ടാൾക്കും ലിഫ്റ്റ് കൊടുത്ത് ഇവരെ രണ്ടാളെയും ആൾത്തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കെയെ അറിയാതെ അവളുടെ ശരീരത്തൊരു ചെറിയ ഡിവൈസ് ഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും അത്യാവശ്യം ജനത്തിരക്കുള്ള ഒരു ഏരിയയിൽ ചെല്ലുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോയിന് നേരെ ആരൊക്കെയോ കുറെ ആളുകൾ വന്ന് ഷൂട്ട് ചെയ്യുന്നു. ഇവർക്ക് ലിഫ്റ്റ് കൊടുത്ത സ്ത്രീയില്ലേ, ഈ പുള്ളിക്കാരിയെ പാർക്കറൊക്കെ അയച്ചതായിരുന്നു. അതേ തുടർന്ന് നമ്മുടെ ഹീറോയിൻ വെടിയൊന്നും കൊള്ളാതെ ഒഴിഞ്ഞു മാറി അവിടെ ഇവളെ ഷൂട്ട് ചെയ്യാൻ വരുന്ന ആളുകളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ഏരിയയിലുള്ള ലോക്കൽ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അത്യാവശ്യം വലിയൊരു ചേസ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്നു. നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ പറ്റാതായതോടെ പാർക്കറിന്റെ ഒക്കെ ആളുകൾ നമ്മുടെ ഹീറോയിനെ ആ മരുഭൂമിയിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ഇവർക്ക് ലിഫ്റ്റ് കൊടുത്ത ആ സ്ത്രീയിലെ ആ പുള്ളിക്കാരിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവരിങ്ങനെ സാധാരണ ആളുകളെയൊക്കെ കൊല്ലുന്നത് കെയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ എന്തിനു വേണ്ടിയാണ് കെ പാർക്കറിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്? ഇവളുടെ പേരൻസിനെ കൊന്ന കാർച്ചയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് അങ്ങോട്ട് ശരിയല്ല, സാധാരണ ജനങ്ങളെ, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നേ ഇല്ല എന്നൊക്കെയുള്ള തോട്ടിലാണ് ഇവൾ പാർക്കറിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇവന്മാർ ഒരുമാതിരി തീവ്രവാദികളോട് പെരുമാറുന്നതും ജനങ്ങളെയൊക്കെ ഇങ്ങനെ കൊന്നുകളയുന്നതും, നേരത്തെ തന്നെ ബെയിലിയെയും യാങ്ങിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ഇൻസിഡന്റ്, അതൊന്നും കെയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരാളാണ് കെയ. ഒരല്പം മുമ്പ് എടുത്ത് കടലിൽ ചാടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിൻ ഒരു വിധത്തിൽ നീന്തി കയറി ഒരു കരയിലെത്തുന്നുണ്ട്. അന്നേരം താണ്ടെ ഇവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഒരു സ്ത്രീ ഓടി ഇവളുടെ അടുത്ത് വരുന്നു. ഈ പുള്ളിക്കാരിയും ഹേർട്ട് ടീമിന്റെ ഭാഗമാണ്, 6 ഓഫ് ഹേർട്സ്. അങ്ങനെ ഈ പുള്ളിക്കാരുടെ സഹായത്തോടെ നമ്മുടെ ഹീറോയിൻ വീണ്ടും ഹേർട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. ചാർട്ടർ ഗ്രൂപ്പ് എല്ലാം ഇതുവരെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലൊക്കേഷൻസിൽ നിന്നൊക്കെ വിട്ടുമാറി പുതിയൊരു ലൊക്കേഷനിലേക്ക് മാറുന്നുണ്ട്. ബിക്കോസ് പാർക്കറിന്റെ ഉദ്ദേശം ചാർട്ടർ ഗ്രൂപ്പ് പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പഴയ ലൊക്കേഷനുകളിൽ തുടരാതെ പുതിയൊരു ലൊക്കേഷനിലേക്ക് ഇവർ മാറുന്നുണ്ട്. അങ്ങനെ അവർ ഒരു അണ്ടർഗ്രൗണ്ട് ലൊക്കേഷനിലേക്ക് മാറി. ഇവിടെയും സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഹേർട്ടാണ് പാർക്കറിന്റെ ഒക്കെ അടുത്തുള്ളത്. ആ സിസ്റ്റം വെച്ച് ഈസി ആയിട്ട് ഇതൊക്കെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. വാട്ടെവർ, ഇപ്പൊ നമ്മുടെ ഹീറോയിനൊക്കെ തൽക്കാലത്തേക്കൊന്ന് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലേക്ക് മാറുന്ന ചാർട്ടർ ഗ്രൂപ്പ് നമ്മുടെ ഹീറോയിൻ കെയുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കെയെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കെയും പാർക്കറും ഒക്കെ ഐസ്ലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് പോകുന്നു. ഐസ്ലാൻഡിലുള്ള ഒരു ക്രയോ സ്റ്റോറേജ് ഫെസിലിറ്റിയിലേക്കാണ് നിലവിൽ കെയും പാർക്കറും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ഹേർട്ട് ആക്സസ് ചെയ്ത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിൽ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹേർട്ട് തങ്ങളുടെ കൺട്രോളിലാക്കുന്ന പാർക്കർ ചാർട്ടർ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും തിരിയുന്നു. ചാർട്ടർ ഗ്രൂപ്പിലെ ഡയമണ്ട്സിന്റെ ഹെഡ്, അതായത് കിങ് ഓഫ് ഡയമണ്ട്സ് നാൻസി മോറിസൺ എന്ന പുള്ളിക്കാരി ഇപ്പൊ നിലവിൽ ഒരു ലിഫ്റ്റിനാണുള്ളത് എന്ന് ഇവർ ഹേർട്ട് വെച്ച് കണ്ടുപിടിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, ആ ലിഫ്റ്റ് ഡ്രോപ്പ് ചെയ്തേക്ക്, അവരെങ്ങനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയുകയാണ് പാർക്കർ. അതിന് കെ ആവട്ടെ, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ആ ലിഫ്റ്റിൽ വേറെ ആളുകളുണ്ട്, ആ ബിൽഡിംഗിൽ വേറെ ആളുകളുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും മരിക്കത്തില്ലേ? എന്നാൽ പാർക്കർ ഇവള് പറയുന്നത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ലിഫ്റ്റ് ഡ്രോപ്പ് ചെയ്തു. ലിഫ്റ്റിലുണ്ടായിരുന്ന ആളുകളും അതേപോലെ ആ ബിൽഡിംഗിലുണ്ടായിരുന്ന കുറച്ച് ആളുകളും സ്പോട്ടിൽ മരിച്ചു. ഉടനെ അടുത്ത ചാർട്ടർ ഗ്രൂപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുന്നു. ജിയാങ്സു ക്ലബ്സ് ഗ്രൂപ്പിന്റെ ഹെഡ്, അതായത് കിങ് ഓഫ് ക്ലബ്സ്, അങ്ങനെ തന്നെ അങ്ങേറെ ടീമുമായിട്ട് ഐസ്ലാൻഡിൽ എത്തിയിരിക്കുന്നു. അങ്ങേറെ ഉദ്ദേശം ഈ ഹേർട്ട് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓൾറെഡി ഹേർട്ട് സിസ്റ്റം ഇത് നമ്മുടെ വില്ലന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ഒറ്റയടിക്ക് കൊന്നുകളയാൻ വേണ്ടി പാർക്കർ ഒരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ആൻഡ് നമ്മുടെ നൊമാഡും പുള്ളിക്കാരുടെ ടീമും, അതായത് കിങ് ഓഫ് ഹേർട്സും പുള്ളിക്കാരുടെ ടീമും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ചാർട്ടേഴ്സിനെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ കണ്ടുപിടിച്ച് എല്ലാവരെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള പ്ലാനാണ് പാർക്കറിൻ്റെത്. പറഞ്ഞ നാവെടുത്തില്ല, നമ്മുടെ നൊമാഡൊക്കെയുള്ള ആ ഒരു സ്ഥലം ഫുൾ ലോക്കായി. അതിനുള്ളിലേക്ക് ഓക്സിജൻ പോലും കയറാത്ത രീതിയിൽ മുഴുവൻ ലോക്കായി. എന്തൊരവസ്ഥയാണ് നോക്കിക്കോണേ. ഇവരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ മുഴുവൻ ലോക്കായിട്ട് ശ്വാസം മുട്ടി മരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊന്നും നമ്മുടെ കെയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് കെ എന്ത് ചെയ്യുന്നോ, നമ്മുടെ സ്റ്റോണിനെ കോൺടാക്ട് ചെയ്തിട്ട് അവളോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നീ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾ അവിടെ ഇല്ല, അതൊരു ട്രാപ്പാണ്,
ഉറപ്പാണ്. ഓൾറെഡി ചാർട്ടർ ഗ്രൂപ്പിലെ ക്ലബ്സ് ടീം ആ ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവരെയും രക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ ഇപ്പം ഞാൻ ഹേർട്ടിലേക്ക് ഒരു ഫേസ് സേഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തിനുള്ളിൽ ഹേർട്ട് ഡിസേബിൾ ആകും. ഞാനില്ലാതെ അവർക്ക് വീണ്ടും അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. നീയും ഒരു കാരണവശാലും ബിൽഡിങ്ങിനകത്ത് കയറരുത്. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക എന്നൊക്കെ ഇൻഫോം ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ ഹീറോയിൻ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. നീ ഇപ്പൊ എന്നെ വിളിച്ചതാണ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സ്റ്റോൺ പ്ലീസ്, ഞാൻ കാർച്ചിയോട് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അത് ശരിയാണ്. പക്ഷേ എന്റെ പേരൻസ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. ഇവരിങ്ങനെ ആളുകളെ കൊല്ലുമെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവരുടെ കൂടെ ചേരില്ലായിരുന്നു. ജസ്റ്റ് ആ കാർച്ചയെ മുഴുവൻ എക്സ്പോസ് ചെയ്യുക, അതേപോലെ ചാർട്ടർ ഗ്രൂപ്പിനെ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുക, ഇത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. പ്ലീസ് സ്റ്റോൺ, ഇപ്പൊ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ബിൽഡിങ്ങിനകത്ത് കയറരുത്, തിരിച്ചു പോകും. കെ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിൻ ബിൽഡിങ്ങിനകത്ത് കയറാതെ ബിൽഡിങ്ങിന് പുറത്തു നിന്നും ബിൽഡിങ്ങിനകത്തേക്ക് കയറിയ ക്ലബ്സ് ടീമിനെ കോൺടാക്ട് ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരുപാട് താമസിച്ചിരുന്നു. അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്ന ബോംബ് ബ്ലാസ്റ്റ് ആയി. അതോടെ കിങ് ഓഫ് ക്ലബ്സ് ഉൾപ്പെടെ ക്ലബ്സ് ടീമിന്റെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയ ഉടനെ തന്നെ ഹേർട്ടിന്റെ കൺട്രോൾ നമ്മുടെ പാർക്കറിനൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കെ ഓൾറെഡി ഒരു ഫെയിൽ സേഫ് ആ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇനി ഇവ പാർക്കറിനൊക്കെ ഹേർട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ അവർക്ക് അത് അൺലോക്ക് ചെയ്ത് കൊടുത്തേ പറ്റൂ. കെ ആണെങ്കിലോ ഇവരുള്ള ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനും ശ്രമിക്കുന്നു. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ അവിടെ സ്ഫോടനം ഉണ്ടായപ്പോൾ അതിന് പുറത്തുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിൻ തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണെടുക്കുന്ന നമ്മുടെ ഹീറോയിനെ ഹേർട്സ് ടീം വിളിക്കുകയാണ്. ഹേർട്സ് ടീമിന്റെ ഹെഡ് നൊമാഡ് ഇവളെ കോൺടാക്ട് ചെയ്തിട്ട് തങ്ങളിപ്പോൾ ഒരു ബങ്കറിലാണ്, ഇവിടെ ഓക്സിജൻ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ തങ്ങളെല്ലാവരും മരിക്കുന്ന അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഇവൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് കെ ഇങ്ങനെ ഇൻഫർമേഷൻ വിളിച്ച് പറഞ്ഞു തന്നെന്നും അവൾക്കാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ നൊമാഡ് ഹീറോയിനുമായിട്ട് സംസാരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് ഫോൺ യൂസ് ചെയ്തിട്ടാണ്. കാരണം നിലവിൽ അവരുള്ള ആ ഒരു ബങ്കറിലെ ഒരൊറ്റ സിസ്റ്റം പോലും വർക്ക് ചെയ്യുന്നില്ല. കോൺടാക്ട് ചെയ്യാൻ ആകെ ഈ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ വഴി. പഴയ കാലത്തെ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയിൻ പുറപ്പെടുന്നു. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ വേറൊരു പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയിനെ പിന്തുടർന്ന് വരുന്നുണ്ട്. പാർക്കറിന്റെ ആളാണ്. അങ്ങനെ ഇങ്ങനെ വരുന്നത് കാണുന്ന നമ്മുടെ ഹീറോയിൻ റേസ് ചെയ്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ച് മുന്നിലായിട്ടൊരു ട്രക്ക് കാണുകയും നേരെ അതിനെ ഓവർടേക്ക് ചെയ്യുന്ന പോലെ ചെന്നിട്ട് ഇവളുടെ കയ്യിലുള്ള ബൈക്ക് വിട്ട് കളഞ്ഞിട്ട് ചാടിയ ട്രക്കിൽ കയറി പിടിച്ചു. സ്റ്റോൺ ഇപ്പോൾ വിട്ട് കളഞ്ഞ് ഇവളുടെ ബൈക്ക് തെറിച്ച് പുറകോട്ട് ചെന്ന് ഇവളെ ഫോളോ ചെയ്ത് വന്നോണ്ടിരുന്ന ആ പുള്ളിക്കാരന്റെ ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച് അങ്ങനെ അങ്ങേറെ കാര്യം കഥം. ഇതെല്ലാം കണ്ട് പാവം ട്രക്ക് ഡ്രൈവർ ഞെട്ടിപ്പോയി. എന്തൊക്കെയാണെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഹീറോയിന്റെ യാത്ര ആ ട്രക്കിലാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഹീറോയിൻ കെ ഒക്കെ ഉള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും പാർക്കറിന്റെ ആളുകൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കെയെ കണ്ടുപിടിച്ച് അവളെ തല്ലി വീണ്ടും ഹേർട്ട് ഓൺലൈൻ ആക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ അതിനിടെ ചെന്ന് കയറി കിട്ടിയ അവസരം യൂസ് ചെയ്ത് കെ പാർക്കറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും കെയും ഒന്നിച്ചു ചേർന്ന് പാർക്കറിനെ നേരിടുന്നു. ഇവര് രണ്ടാളും പാർക്കറിനെതിരെ വന്നപ്പോൾ പാർക്കറിനെ നേരെ വണ്ണം പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. ഹീറോയിനും പാർക്കറും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെ ഒരു ഗൺ എടുത്ത് ഹീറോയിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കും. ഹീറോയിൻ ആ ഗൺ യൂസ് ചെയ്ത് പാർക്കറിനെ ഷൂട്ട് ചെയ്യുന്നു. മരിക്കുന്നതിന് മുമ്പ് നിന്നെ അടുത്ത ജന്മത്തിൽ കാണാടി എന്നൊക്കെ പാർക്കർ. ഓ പിന്നെന്താ, ഞാൻ അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം. ദാറ്റ്സ് ഇറ്റ്. ഹേർട്ട് വീണ്ടും ഓൺലൈനിലാക്കുന്ന കെയ നമ്മുടെ നൊമാഡൊക്കെ കുടുങ്ങി കിടന്ന ആ ഒരു ബങ്കർ അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ നമ്മുടെ നൊമാഡും പുള്ളിക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ബോധം കെട്ട് പോയിരുന്നു കേട്ടോ, ഓക്സിജൻ കുറഞ്ഞ്. പക്ഷേ ഓക്സിജൻ കറക്റ്റ് സമയത്ത് തിരിച്ചു വരുന്നത് കൊണ്ട് അവർക്ക് ആർക്കും പ്രശ്നമില്ലാതെ എല്ലാവരും വീണ്ടും നോർമലായി വരുന്നു. അങ്ങനെ 4 ആഴ്ച കഴിഞ്ഞു പോയി. നമ്മുടെ ഹീറോയിൻ താണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഒരു വീട്ടിൽ ചെന്ന് ആ വീടിന്റെ ഫ്രണ്ടിൽ ഗിഫ്റ്റ് വെച്ചിട്ട് വാതിൽ നോക്ക് ചെയ്തിട്ട് അവിടുന്ന് മാറിപ്പോകുന്നു. നോക്കുമ്പോൾ അത് ഇവളുടെ MI6 ടീമിന്റെ ഭാഗമായിരുന്ന ബെയിലിയുടെ നീസിന്റെ വീടാണ്. നേരത്തെ ബെയിലി നമ്മുടെ ഹീറോയിൻ ഒരു ഡോൾ ഹൗസിന്റെ പടമൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് അവന്റെ നീസിന് ഇഷ്ടപ്പെടുമോ, പെൺകുട്ടികളുടെ ടേസ്റ്റ് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ബെയിലി ജീവനോടെ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ ബെയിലി ആഗ്രഹിച്ച പോലെ ബെയിലിയുടെ നീസിന് ആ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു. ദെൻ ഹീറോയിൻ നേരെ കെയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പുള്ളിക്കാരി അറസ്റ്റിലാണ്. അവളാണെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ ബാക്കിയുള്ള കാലം ജയിലിലായിരിക്കും എന്നൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇവിടെ കെയ്ക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഇവളെ പോലെ ഒരാളെ ജയിലിലിടാതെ പകരം ഇവളെ ഈ ഹേർട്സ് ടീമിന്റെ ഭാഗമാക്കാൻ അവൾ തീരുമാനിച്ചു. തങ്ങളുടെ കൂടെ ഈ ലോകത്തിന് വേണ്ടി ഒന്നിച്ചു പോരാടാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയിൻ ജോക്കർ കാർഡ് കെയ്ക്ക് കൊടുത്തു. കെ അത് സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ഹീറോയിന്റെ മിഷനിൽ അവളോടൊപ്പം കെയും ഉണ്ട്. കെയാ, നീ പാസ്വേഡ് ഹാക്ക് ചെയ്തോ? യെസ്. ആക്ച്വലി എനിക്ക് ഹാക്ക് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, കാരണം അവരുടെ പാസ്വേഡ് തന്നെയായിരുന്നു. കെയ മാത്രമല്ല നമ്മുടെ ഹീറോയിന്റെ ഒപ്പം ജാക്ക് ഉണ്ട്, ജാക്ക് ഓഫ് ഹാർട്സ്. ഇവർ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ പോയി കോഫിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മുടെ ഹീറോയിനും കെയ്ക്കും കൊടുക്കുന്നു. ഇതെന്താണിത്, ഈ കോഫി തണുത്തു പോയല്ലോ. ഓഹോ, മോളിലൂടെ കാപ്പി കുടിക്കാനാ വന്നേ. നീ ഒരു കാര്യം മറന്നു പോരുത്, ഇപ്പൊ വേണേലും ഞങ്ങൾക്ക് നിന്നെ പിടിച്ച് ജയിലിടാം. കുഴപ്പമില്ല, തണുത്ത കാപ്പിയാലും ഞാൻ കുടിച്ചോളാം. വാട്ടവർ. അടുത്ത മിഷന് വേണ്ടി പോകുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതൊരു വലിയ സപ്പോർട്ടാണ്. ഒന്നുമില്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് പറയുന്നതല്ലേ. പിന്നെ ഇവിടെ വന്ന് സിനിമ കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. സംടൈംസ് നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രീമിയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനുള്ള അവസരവും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ലേ. അഥവാ ഇനിയിപ്പോൾ പ്രീമിയറിൽ ചാറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും ചോദിക്കാം, പറയാം. ഓക്കെ, സോ ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.